അൺമ്യൂട്ട് ചെയ്തിട്ട് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് സംസാരിക്കണേ കുറച്ച് ചെറുതായിട്ട് കേട്ടോ. എന്റെ സ്ക്രീന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്? വാല്യൂ ആഡഡ് ടാക്സ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? റൈറ്റ്. ഞാൻ എൻ്റെ വീഡിയോ ടേൺ ഓഫ് ചെയ്തിരിക്കുന്നത് നമുക്ക് PPT അതായത് ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്തുകൊണ്ടും വെബിനകത്ത് കാണിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഓൺ ചെയ്യാത്തത്. കാരണം ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണല്ലോ. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വിപിൻ എന്നാണ്. ഞാൻ സ്വദേശം കണ്ണൂരാണ്. ഇരിട്ടി എന്ന് പറയും. ഇരിട്ടി ആറളത്താണ് എൻ്റെ വീട്. ഞാൻ 2019 തൊട്ട് 2019 ജൂലൈ മാസം തൊട്ട് UAE ഒരു കമ്പനിയിൽ, ആദ്യം ഒരു കമ്പനിയിലായിരുന്നു, ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു. അതിനുശേഷം ഓഡിറ്റിംഗ് ഫേമിൽ പ്രാക്ടീസിംഗിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു കമ്പനിയിൽ ഓഡിറ്റിങ്ങും ടാക്സേഷനുമാണ് ഇപ്പോൾ നിലവിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കുറച്ച് ഒരു 5 വർഷം 6 വർഷമായിട്ട് ഞാൻ UAE വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ UAE വാറ്റും കോർപ്പറേറ്റ് ടാക്സ് ഈ 2 ഏരിയയിലാണ്. ഓഡിറ്റ് UAE വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഈ ഒരു 3 ഏരിയയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്നെ പരിചയം ഉണ്ടാവും, കുറച്ച് പേർക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ പരിചയം ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പരിചയപ്പെടുത്താം. ഇൻസ്റ്റിറ്റ്യൂട്ട് 2011 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് സുനിൽ സാർ എന്ന് പറഞ്ഞ സാർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനും IINTയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ബാക്ക് 2014. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനും അവിടെ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിന് ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്. കണ്ണൂർ ടൗണിൽ തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം നിലവിൽ ഓൺലൈനിലും കൂടി നമ്മുടെ UAE അടക്കമുള്ള UAE കോർപ്പറേറ്റ് ടാക്സ്, UAE വാറ്റ്, IFRS, ഇവിടുത്തെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ബേസിക്കലി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 3 കാര്യങ്ങളായിരിക്കും. കുറച്ച് പേർക്കും നമ്മുടെ UAE വാറ്റ് എന്താണെന്നുള്ളൊക്കെ ഒരു ബേസ് ഐഡിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻപുട്സ് തരാൻ വേണ്ടി ശ്രമിക്കാം. വരുന്ന 2 hours നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആയിരിക്കും അതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന 2 hours മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ആർക്കെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ എന്നോട് ചോദിക്കാം കേട്ടോ. അങ്ങനത്തെ കാര്യം ഏത് ടോപ്പിക് വാറ്റുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കാം. ഈ ചാറ്റിനകത്ത് ഇട്ടാലും മതി. അഥവാ സംസാരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം കുറേ ആൾക്കാരുണ്ടല്ലോ ക്ലാസ്സിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ചാറ്റിനകത്ത് ഇട്ടാൽ ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. UAE വർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? കുറേ ആൾക്കാരുണ്ടോ? UAE നിലവിൽ അക്കൗണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽഡിൽ, ടാക്സേഷൻ ഫീൽഡിൽ, ഓഡിറ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? കുറേ പേര് നാട്ടിലുണ്ടാവും. കുറേ ഇന്ത്യൻ നമ്പർ ഞാൻ കണ്ടു, കുറേ UAE നമ്പർ ഞാൻ കണ്ടിട്ടുണ്ടായി. അപ്പം എനിവേ അതിനകത്ത് വലിയ സെഗ്രിഗേഷൻ ചെയ്യേണ്ട ആവശ്യം റിക്വയർമെന്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ കുറച്ചൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്, UAE എപ്പോൾ ഉണ്ടായത് അല്ലെങ്കിൽ UAE വാറ്റ് പഠിക്കുന്നതിന് മുമ്പ്, UAE വാറ്റ് വന്നിരിക്കുന്നത് 2018 വാറ്റ് വന്നത്. അതറിയോ നിങ്ങൾക്ക്? 2018 ജാനുവരി 1 തൊട്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്, UAE വാറ്റ് എന്ന് പറയുന്ന സിസ്റ്റം. അതായത് നമ്മുടെ നാട്ടിലെ GST പോലെയുള്ള ഇൻഡയറക്ട് ടാക്സേഷൻ ആയ വാല്യൂ ആഡഡ് ടാക്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം 2018 തൊട്ട് മുമ്പാണ്, അല്ലെങ്കിൽ 2018 ശേഷമാണ് എന്ത് സ്റ്റാർട്ട് ആയിരിക്കുന്നത്, UAE വാല്യൂ ആഡഡ് ടാക്സേഷന്റെ ലെവി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സെക്കൻഡ്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അബ്ദുൾ റമീസ്. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് UAE സിറ്റുവേഷൻ എന്തായിരുന്നു? എന്തുകൊണ്ട് UAE ഈ പറയുന്ന വാല്യൂ ആഡഡ് ടാക്സ് ഇപ്പൊ വന്നിട്ട് പറയുകയാണെങ്കിൽ എക്കണോമിക് സബ്സ്റ്റാൻസ് റെഗുലേഷൻസ് അഥവാ ISR എന്ന് പറഞ്ഞൊരു സിസ്റ്റം വന്നിട്ടുണ്ടായി. അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഓണറിന് UBL റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നു. പിന്നീട് ഇപ്പൊ വന്നിട്ട് കോർപ്പറേറ്റ് ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് എന്തുകൊണ്ടാണ് UAE മാർക്കറ്റ് വരുന്നുള്ളത് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ഒരാളുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. കാരണം വെച്ചാൽ അതിനകത്ത് ഒരു കുട്ടിയുടെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, കാരണം മറ്റുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യേണ്ട, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം ഞാൻ പറയാം, 2018 മുമ്പേ ഇവിടെ UAE എന്ന് പറയുന്ന ഈ ഒരു രാജ്യം 1972 അത് 1971 UAE അടക്കമുള്ള 7 എമിറേറ്റുകൾ ചേർന്നിട്ട്, അല്ലെങ്കിൽ അന്ന് 6 എമിറേറ്റ് ആയിരുന്നു എക്സ്ക്ലൂഡിംഗ് റാസൽ ഗെയിം. അപ്പോൾ 1971 ഈ ഒരു UAE എന്ന് പറയുന്ന ഈ ഒരു എമിറേറ്റ് അല്ലെങ്കിൽ ഈ ഒരു രാജ്യം കൺട്രി ഫോം ചെയ്യും. 1972 7ാമത് രാജ്യം കൂടി ആയ അല്ലെങ്കിൽ എമിറേറ്റ് കൂടി ആയ നമ്മുടെ റാസൽ ഗെയിം കൂടി ഇതിനകത്ത് ചേർന്നിട്ട് 7 എമിറേറ്റുകൾ ചേർന്നിട്ടുള്ള, അതായത് 7 സംസ്ഥാനങ്ങൾ പോലെ ദുബായ്, ഷാർജ എന്നൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കാറില്ലേ, അതേപോലുള്ള 7 എമിറേറ്റുകൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ
എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇവിടെ മാത്രമല്ല, ലോകത്തെമ്പാടുമായിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു, ഒരു രാജ്യമായിട്ട് അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ പറയുന്ന ടാക്സേഷൻ ആയിക്കോട്ടെ, അവരുടെ എക്കണോമിക് ഡിസിഷൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും UAE എന്ന് പറയുന്ന, ഇപ്പൊ ദുബായ്ക്ക് ആപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങൾ, മെച്ചൂരിറ്റി കാര്യങ്ങളൊക്കെ എവിടെ ആപ്ലിക്കബിൾ ആകും? മറ്റുള്ള എമിറേറ്റ്സിലും ആപ്ലിക്കബിൾ ആകും. ഇൻഡിപെൻഡന്റ് ആയിട്ടും ഈ പറയുന്ന ദുബായ് എന്ന് പറയുന്ന എമിറേറ്റിന് വേണ്ടി മാത്രമായിട്ട് ലോസ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വാല്യൂ ആഡഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ആപ്ലിക്കബിൾ ആകുന്നത് ഈ പറയുന്ന 7 എമിറേറ്റിനും ബാധകമായിട്ട് വരും. അപ്പൊ ഏതൊക്കെ എമിറേറ്റ് ആണ് ഇതിനകത്ത് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ നേരെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഏരിയയിലേക്ക് ആദ്യം ക്ലാസ്സിൽ നിന്ന് കൊണ്ടുപോകുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ടെക്നിക്കൽ പാർട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. UAE കണ്ടിട്ടുണ്ടാവും, കുറെ പേര് ഇവിടെ ഉണ്ടാവും, ഇവിടെ എല്ലാ എമിറേറ്റ്സിലൂടെ ട്രാവൽ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, 7 എമിറേറ്റുകൾ ചേർന്നിട്ടുള്ളതാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് വിളിക്കുക. ഒന്ന് അബുദാബി, ദുബായ്, അജ്മാൻ, ഉമ്മൽ ഖൈൻ, റാസൽ ഖൈമ, ഷാർജ, ഫുജൈറ, ഇങ്ങനെയുള്ള 7 എമിറേറ്റുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ഏത് കൺട്രി ഫോം ചെയ്തിരിക്കുന്നത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കൺട്രി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന വാറ്റിന്റെ ലോകൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിന്റെ ലോ ഒക്കെ ആപ്ലിക്കബിൾ ആകുന്നത് ഈ പറയുന്ന 7 എമിറേറ്റിലായിരിക്കും ആപ്ലിക്കബിൾ ആകുക. നേരെ മറിച്ച് സൗദിയിൽ ഇത് ആപ്ലിക്കബിൾ ആകുമോ? ഇല്ല. കാരണം എന്താ? UAEയുടെ പുറത്തുള്ള ഒരു രാജ്യത്തും എന്ത് ചെയ്യില്ല, GCC കൺട്രി ആയിരിക്കാം, പക്ഷെ എന്ത് ആപ്ലിക്കബിൾ ആവില്ല? നമ്മൾ ഈ പറയുന്ന പോർട്ടലിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ റൂൾസോ റെഗുലേഷൻസ് ഒന്നും അവിടെ ആപ്ലിക്കബിൾ ആവില്ല. സൗദിനെ സംബന്ധിച്ചിടത്തോളം സൗദിയിൽ എന്താണ്? സൗദിയിൽ വാറ്റ് ഉണ്ട്. ഖത്തറിനെ സംബന്ധിച്ചുള്ള ഖത്തറിൽ ഇൻകം ടാക്സ് ഉണ്ട്. അതൊക്കെ ഡിഫറെന്റ് പോർട്ടലാണ്. അവിടെയൊക്കെ സദ്ക പോർട്ടൽ അല്ലെങ്കിൽ സക്കാത്ത് പോർട്ടൽ വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. സൗദിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ സൗദിയുടെ ടാക്സ് റേറ്റ് തന്നെ ഡിഫറെന്റ് ആണ്. UAEനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 5% ആണ്, പക്ഷേ സൗദി 15% ആണ്. നേരെ മറിച്ച് ഖത്തർ എന്താണ്, ഈ പറയുന്ന ഇൻഡയറക്ട് ടാക്സേഷൻ അവിടെ ഇല്ല, പകരം എന്താണ്, അവിടെ ഇൻകം ടാക്സ് ഉണ്ട്. അപ്പോൾ UAE എന്ന് പറയുന്ന ലോയിലും മാത്രമേ ഞാൻ ഈ പറയുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലും വരാനിരിക്കുന്ന നെക്സ്റ്റ് സൺഡേ എടുക്കാൻ വേണ്ടി പോകുന്ന കോർപ്പറേറ്റ് ടാക്സിന്റെ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആകുള്ളൂ. അതൊന്നും മനസ്സിൽ നിങ്ങളൊന്ന് പോയിന്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു 7 എമിറേറ്റുകൾ ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് അബുദാബി, ദുബായ്, അജ്മാൻ, ഉമ്മൽ ഖൈൻ, റാസൽ ഖൈമ, ഫുജൈറ, ഷാർജ. അതിൽ തന്നെ ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡ് ടു ലീഡ് 1971 6 എമിറേറ്റുകൾ ചേർന്നിട്ട് UAE എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതായത് ഈ പറയുന്ന എമിറേറ്റുകളൊക്കെ ഫെഡറൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അന്ന് റാസൽ ഖൈമ ഇതിനകത്ത് അംഗമായിരുന്നില്ല. റാസൽ ഖൈമ എന്ന് പറയുന്നത് ഒരു എമിറേറ്റ് ആണ്, അതിനകത്ത് അംഗമായിരുന്നില്ല. 1972 എന്ത് ചെയ്തു, റാസൽ ഖൈമ കൂടെ ഇതിന്റെ കൂടെ വന്നിട്ടുണ്ടായി. അപ്പൊ ജോയിൻ ചെയ്തിട്ട് 1972 ഓൺവേർഡ്സ് എന്ത് ചെയ്യുന്നു, 7 എമിറേറ്റുകൾ ചേർന്നിട്ടാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന കൺട്രിയുടെ ഫോർമേഷൻ കിടക്കുന്നത്. ഇതിനകത്ത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആയിട്ട് പറയുന്ന അബുദാബിയാണ്. UAEയെ സംബന്ധിച്ചിടത്തോളം അവിടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ആണ്. പക്ഷേ ദുബായിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊക്കെ ഇടക്കിടക്കിൽ കേൾക്കാറുള്ള ദുബായ് എന്ന് പറയുന്ന ആ ഒരു എമിറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മേജർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടൂറിസം പരിപാടികൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ലോക്കൽ കസ്റ്റംസും അല്ലെങ്കിൽ ലോക്കൽ ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ഹബ്ബായിട്ട് ദുബായിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തുടങ്ങി വെച്ച കാര്യം 2018 മുമ്പ് UAEയിൽ എന്തുണ്ടായിരുന്നില്ല, ഈ പറയുന്ന ടാക്സേഷൻസും കാര്യം. ഡെസേർട്ട് ആയിരുന്ന ഒരു മരുഭൂമി, അല്ലെങ്കിൽ നമുക്ക് ഡെസേർട്ട് ആയ ഒരു സ്ഥലമായിരുന്നു അല്ലെ. അപ്പം ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വരണം, ഇവിടെ ഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരണം, UAEയിൽ ഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരണം. അങ്ങനെ ഫണ്ട് ചെയ്യാൻ വേണ്ടി അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്തൊരു കാര്യം എന്താ അറിയോ, ഏറ്റവും നല്ല സ്ട്രാറ്റജിക് ആയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയ ഡിസിഷൻ തന്നെയാണ് അവർ എടുത്തിരുന്നത്. എന്താ ചെയ്തെന്ന് വെച്ചാല് ഇവിടെ ടാക്സേഷൻ അങ്ങ് അവർ ഒഴിവാക്കി കളഞ്ഞു. എന്താ ചെയ്തത്? ടാക്സേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ ഫണ്ട്, ഇപ്പൊ ബിബിൻ നിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടോ? ഉണ്ട്. നീ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാന്ന് കരുതുക. ഞാനൊരു 50 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇന്ത്യയിൽ ഒരു ബിസിനസ് നടത്തുന്നു, ഒരു ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ട്രേഡിംഗ് വെച്ചാൽ നമ്മുടെ ഗുഡ്സ് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അത് വിൽക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും? ഞാൻ സാധനങ്ങൾ വാങ്ങിക്കോ വിൽക്കോ ചെയ്യുന്ന സമയത്ത് GST കൊടുക്കേണ്ടി വരും അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യണ്ട, UAEയിൽ 2018 അപ്പുറത്തേക്ക് ചിന്തിക്കുകയാണ്. 2017 ഡിസംബർ വരെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തടക്കേണ്ട ആവശ്യമില്ല, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന GST പോലെയുള്ള ഇൻഡയറക്ട് ടാക്സേഷൻ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇൻഡയറക്ട് ടാക്സേഷൻ ആണ് ഇപ്പൊ വാറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിന് മുമ്പ് വരെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വാറ്റ് എന്ന് പറയുന്ന ടാക്സ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ട. മാത്രമല്ല നിങ്ങൾ ഇവിടുന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന് മുകളിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു ടാക്സ് കൊടുക്കണം, ഇൻകം ടാക്സ് കൊടുക്കണം. അത് സാലറി വാങ്ങിക്കുമ്പോൾ കൊടുക്കണം,
നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി വിട്ടിട്ട് കിട്ടുന്ന പ്രോഫിറ്റിന് മുകളിൽ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ സെയിൽ അല്ല, ഹൗസ് പ്രോപ്പർട്ടി റെന്റിന് കൊടുത്ത് വിട്ടിരിക്കണം കൊടുക്കണം. നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ, അസറ്റ് വിൽക്കുമുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ മൂലം കൊടുത്തിരിക്കണം. ബിസിനസ്സുകാർ നടത്തുമ്പോൾ അതർ ഇൻകം കിട്ടും, ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ഇൻകം ഒക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ക്ലബ്ബ് ചെയ്ത് ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യണം, നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, പേയ്മെന്റ് കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് തരത്തിലുള്ള ടാക്സേഷൻ ഉണ്ടായി, ഓരോ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻകം ടാക്സും കൊടുക്കണം, നമുക്ക് GST കൊടുക്കണം. ഇതൊന്നും കൊടുക്കേണ്ടാത്ത ഒരു രാജ്യം ആരേ ഉള്ളൂ? അല്ല, ആരുണ്ടായിരുന്നു? ഈ പറഞ്ഞ UAE എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി ഞാൻ എന്താ ചിന്തിക്കുക, UAE വന്ന് ബിസിനസ് ചെയ്തോ, അവിടെ വന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻകം ടാക്സും കൊടുക്കണ്ട, ഇൻഡയറക്ട് ടാക്സേഷൻ കൊടുക്കേണ്ട ആവശ്യം. ചുരുക്കി പറഞ്ഞാൽ ടാക്സ് ഫ്രീ ആയിട്ടുള്ള രാജ്യമായിട്ട് ആയിരുന്നു UAE ഉണ്ടായിരുന്നത്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ടായിരുന്നു അൺടിൽ 2017 വരെ UAE ഉണ്ടായിരുന്നത്. 2017 ഡിസംബർ 2 വരെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള രാജ്യം. അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സ് ഹെവൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങൾക്ക് ബിസിനസ് നടത്താം, ഇവിടുന്ന് ലാഭം ഉണ്ടാക്കാം, ആ ലാഭം എടുത്ത് ഇന്ത്യയിലേക്ക് എക്സ്പാട്രിയേറ്റ് കൊണ്ടുപോകാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യയിലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, UAEയിലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എവിടെ വരാൻ തുടങ്ങി, UAEയിൽ വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ UAE എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസിന്റെ ഹബ്ബായിട്ട്, അതായത് ജബലലി പോർട്ടൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു 2002-ലോ 4-ലോ എന്തോ, സോറി 2004-ലോ 6-ലോ എന്തോ ആണ് ജബലലി പോർട്ടൊക്കെ വരുന്നത്. ആ പോർട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഇന്റർനാഷണൽ ഹബ്ബായിട്ട് ഷിപ്മെന്റിനൊക്കെ ട്രാൻസ്ഷിപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഹബ്ബായിട്ട് എന്ത് മാറി, UAE എന്ന് പറഞ്ഞ രാജ്യം മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ്, അതായത് ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ല ഫണ്ട് ക്യാപിറ്റലൊക്കെ ഉള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് വരും, UAEയിലേക്ക് വരും, ഇവിടെ ബിസിനസ് നടത്തും, ഇവിടുന്ന് പ്രോഫിറ്റ് എടുത്ത് എവിടേക്ക് കൊണ്ടുപോകും, അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യയുടെ സിനേരിയോ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ അവിടെ വരും, UAEയിൽ നല്ല നല്ല ഫണ്ടുള്ള ആൾക്കാരൊക്കെ UAEയിൽ വരും, ഇവിടുന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും, നാട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കിട്ടാൻ വേണ്ടി ഇരുന്ന ഒരു ടാക്സ് അവിടെ നഷ്ടമായി. അങ്ങനെ ടാക്സ് നഷ്ടമായിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളും കൂടി ചേർത്തിട്ട് ആരെ പ്രഷർ ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് ഓഫ് UAEനെ പ്രഷർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ ടാക്സ് ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുമോ? ഇല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ ഡെവലപ്പിംഗ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് ഡെവലപ്പിംഗ് കൺട്രിയിലെ നല്ല പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എവിടെ വരുന്നു, ഈ പറയുന്ന ടാക്സ് ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് വരുന്നു, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇവിടുന്ന് ഫണ്ട് എടുത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോ അത്തരത്തിൽ ബെനിഫിറ്റ് നഷ്ടമാവുന്ന തുടങ്ങുന്ന സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഗവൺമെന്റ് എന്താ തീരുമാനിച്ചാൽ ഗവൺമെന്റ് പതിയെ സെൻട്രൽ ബാങ്ക് ഓഫ് UAEക്ക് പ്രഷർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 2017 ഡിസംബറിൽ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾക്ക് എല്ലാ രാജ്യത്തും ഉള്ള പോലെ ഒരു ഇൻഡയറക്ട് ടാക്സേഷൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ബിസിനസ് തൽക്കാലം നിങ്ങൾ ബേർഡൻ കൊടുക്കണില്ല, ആരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം, കസ്റ്റമറുടെ കയ്യിൽ നിന്ന്. നിങ്ങൾ സാധനങ്ങളോ സേവനങ്ങളോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ, സപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കസ്റ്റമറെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചിരിക്കണം, 5% വാറ്റ് വാങ്ങിച്ചോ, എന്നിട്ട് എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് അടക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവർ സെറ്റ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി, അഥവാ FTA എന്ന് വിളിക്കും. ഫെഡറൽ ടാക്സ് അതോറിറ്റി അവർ സെറ്റപ്പ് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞെന്താ വെച്ചാൽ, ഇവിടെ ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഓൺവേർഡ്സ് 1 ജാനുവരി 2018 മുതൽ നിങ്ങൾ സാധനങ്ങളോ സേവനങ്ങളോ നിങ്ങൾ വിൽക്കുന്നു, ഒരു ത്രഷോൾഡ് ലിമിറ്റ് ഒക്കെ പറയുന്നുണ്ട്, അതിന് മുകളിലേക്ക് വിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറുടെ എന്ത് ചെയ്യണം, വാറ്റ് കളക്ട് ചെയ്യണം. വാറ്റ് കളക്ട് ചെയ്തിട്ട് ആർക്കേക്ക് അടക്കണം, ഗവൺമെന്റിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിന് സബ്സിക്വന്റ് ആയിട്ട് 2018 വാല്യൂ ആഡഡ് ടാക്സ് വന്നു. 2019 തോന്നുന്നു എക്കണോമിക് സബ്സ്റ്റാൻസ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞ ഒരു റിക്വയർമെന്റ് വന്നു. 7 തരത്തിലുള്ള ആക്ടിവിറ്റി വന്നെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതിപ്പോൾ റീസെന്റ് ആയിട്ട് അത് വിഡ്രോയും ചെയ്തു. അതിനുശേഷം അൾട്ടിമേറ്റ് UBO ഡിക്ലറേഷന്റെ ആവശ്യകത കൊണ്ടുവന്നു, AML വന്നു. അതിനുശേഷം ഇപ്പൊ 2023 ജൂൺ തൊട്ട് എന്താണ്, കോർപ്പറേറ്റ് ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 9%. നിങ്ങൾ ടാക്സബിൾ പ്രോഫിറ്റ് ഇവിടെ ഏൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ് ടു 3,75,000 വരെയാണെങ്കിൽ 0%, അതിന് മുകളിലോട്ട് വരുന്ന ഓരോ രൂപയ്ക്കും എന്ത് ചെയ്യണം, 9% ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കാൻ വേണ്ടിയിട്ടുള്ള ടാക്സ് റെഗുലേഷൻസ് ആര് സെറ്റപ്പ് ചെയ്തു, UAE എന്ന് പറയുന്ന രാജ്യം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് ഫെഡറൽ ടാക്സ് അതോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി അവർ ഒരു പോർട്ടൽ കൂടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോർട്ടലിനെ വിളിക്കുന്ന പേരാണ് എമറാത്ത് ടാക്സ് പോർട്ടൽ. എമറാത്ത് ടാക്സ് പോർട്ടൽ. ഈ ഒരു പോർട്ടൽ വഴിയാണ് നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്, വാറ്റിന്റെ ആണെന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് ടാക്സിന്റെ ആണെന്നുണ്ടെങ്കിലും എക്സൈസിന്റെ ആണെന്നുണ്ടെങ്കിലും കസ്റ്റംസിന്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ റിട്ടേൺ എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഈ പറയണ എമറാത്ത് ടാക്സ് പോർട്ടലിനകത്താണ് കൊടുക്കേണ്ടത്. റിട്ടേൺ മാത്രമല്ല കേട്ടോ, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ എമറാത്ത് ടാക്സ് പോർട്ടൽ വഴിയാണ് നമ്മുടെ ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് FTA ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് റിട്ടേൺ കൊടുക്കുന്ന സമയത്ത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ക്വാർട്ടർലി ആകാം അല്ലെങ്കിൽ മന്ത്ലി ആകാം. എല്ലാ മന്ത്, ഇപ്പൊ ജാനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന ക്വാർട്ടറിനെ ആണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 28 നടക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റിട്ടേൺ
സബ്മിറ്റ് ചെയ്യണം, പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈൻസ് കാര്യങ്ങളൊക്കെ വരും. ഇത്തരത്തില് ഇതുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പഠിക്കണേ, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഗവൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പോർട്ടൽ കൊണ്ടുവന്നു? എമറ ടാക്സ് പോർട്ടൽ എന്ന് പറയുന്ന പോർട്ടൽ കൂടി എന്ത് ചെയ്തു? അവർ അത് 2022 ഓർ 2023 ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗവൺമെന്റിന് രജിസ്ട്രേഷന് വേണ്ടിയുള്ള പേയ്മെന്റ് നടത്താനുള്ള ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് FTA രജിസ്ട്രേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവുക, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഫോം കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യേണ്ടത്, മാത്രമല്ല അടുത്ത കേസിൽ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ റിട്ടേൺ അഗേൻസ്റ്റ് ഉള്ള പേയ്മെന്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇത് ഒരു അക്കൗണ്ടന്റ്മാരെ സംബന്ധിച്ചിടത്തോളം, UAE വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ UAE ജോബ് ഹണ്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടന്റ്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അക്കൗണ്ടന്റ് ആയിട്ട് മാത്രമല്ല നമ്മൾ ഹയർ ചെയ്യപ്പെടുന്നത്. ഒരു ചെറിയൊരു സ്ഥാപനം, ഒരു മിഡിൽ കേസ് കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സിലും കൂടി സ്വന്തം കമ്പനിയുടെ ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്താൽ എനിക്ക് അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, ആരും ഒരാളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അക്കൗണ്ടിങ് ജോബ് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഓൾറെഡി അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ ഹൈലി ബെനിഫിഷ്യൽ ആയിരിക്കും. ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് കേൾക്കാം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം മൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് വാറ്റിന്റെ രജിസ്ട്രേഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ക്ലാസ്സിലെ അനസ് ഒസാരിയോ എന്ന് പറഞ്ഞ ആളെന്ത് ചെയ്തു? UAE നേരെ വരികയാണ് കേട്ടോ. ഒരേ കയ്യിൽ നാട്ടിൽ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, മംഗലാപുരത്ത് നിന്നാണ് വരുന്നതെന്ന് കരുതുക. മംഗലാപുരത്ത് നിന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കോടി രൂപ എടുത്തിട്ടാണ് നാട്ടിൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് DED പോയിട്ട് എന്ത് ചെയ്യുന്നു? അതായത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ലൈസൻസ് വാങ്ങിച്ചു എന്ന് കരുതുക, ലൈസൻസ് എടുത്തു എന്ന് കരുതാം. എന്തിനാണ്? ഒരു ജനറൽ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ലൈസൻസ് എടുക്കും. അങ്ങനെ ലൈസൻസ് എടുത്തു എന്ന കാരണം കൊണ്ട് ഈ അനസ് എന്ന് പറയുന്ന വ്യക്തി അവർ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിക്ക് ജംസിയ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണേ. ഓക്കെ, അപ്പം ഈ പറയണ അനസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു ട്രേഡ് ലൈസൻസ് എടുത്തു, ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവന് റവന്യൂ ഒന്നും ഇതുവരെ ജനറേറ്റ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവന് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവോ? ഈ കമ്പനിക്ക് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഗവൺമെന്റ് പറയുന്നത് എന്താ? ഗവൺമെന്റ് പറഞ്ഞാല് 2 രീതിയിലുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. ഏതൊക്കെ രീതിയിലുള്ള രജിസ്ട്രേഷൻ ഉള്ളത്? 2 രീതിയിലുള്ള രജിസ്ട്രേഷൻ ഉള്ളത്. ഒന്ന്, നിർബന്ധമായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കണം. ആരൊക്കെ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? രണ്ടാമത്തെ കാറ്റഗറി, അത് നമുക്ക് പഠിക്കാം. രണ്ടാമത്തെ കാറ്റഗറി നിർബന്ധമൊന്നുമില്ല, വോളണ്ടറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ എടുക്കാം. FTA ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരൊക്കെയാണ് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആൾക്കാർ. നോക്കാം ആരൊക്കെ ആയിരിക്കും. അവർ പറയുന്നത് എ ബിസിനസ് മസ്റ്റ് രജിസ്റ്റർ, നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യണം. ഇഫ്, അവിടെയാണ് പ്രശ്നം വരുന്നത്. താഴോട്ടേക്ക് എടുക്കാം. If its taxable supplies and import exceeding the mandatory threshold limit over the previous 12 months. Mandatory threshold limit എന്ന് പറയുന്നത് 3,75,000 dirhams ആണ്. 3,75,000 dirhams ആണ് mandatory threshold limit എന്ന് പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞത് ആരാണ് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് വെച്ചാല്, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ ലാസ്റ്റ് 12 മാസം ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ്, ആ ലാസ്റ്റ് 12 മാസത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്ന റവന്യൂ, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിരിക്കണ 0 റേറ്റഡ് സപ്ലൈസ്, അല്ലെങ്കിൽ 5% ടാക്സ് ചെയ്യുന്ന സപ്ലൈസ്, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈസ് ഒക്കെ ചേർന്നിട്ട് 3,75,000 മുകളിലേക്ക് എക്സീഡ് ചെയ്തു. 3,75,000 മുകളിലേക്ക് എക്സീഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഇവിടെ എന്തെടുത്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഒന്നാമത്തെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്? മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആൾക്കാർ നിങ്ങൾ ഇവിടെ നിൽക്കുക. നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ പ്രീവിയസ് 12 മന്ത്സ് എടുക്കുന്ന സമയത്ത്, കഴിഞ്ഞ 12 മാസത്തിലെ ടാക്സബിൾ സപ്ലൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇമ്പോർട്ടിന്റെ വാല്യൂ മോർ ദാൻ 3,75,000 ദർഹംസിന് മുകളിൽ എക്സീഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുത്തിരിക്കണം? മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ വാറ്റ് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? എടുത്തിട്ടില്ല പ്രശ്നമൊന്നുമില്ല. ഒരു 10,000 dirhams എന്ത് വരും?
ഫൈൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ട് അവിടെ ഒരു കമ്പനിയിൽ പിടിച്ച് ജോയിൻ ചെയ്തു എന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയെന്ന് കരുതുക. നിങ്ങളുടെ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അറിയേണ്ട ആവശ്യമില്ല, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണോ, ത്രഷോൾഡ് ആകുന്നുണ്ടോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ, അക്കൗണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ സബ്മിഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ FTA സബ്മിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എപ്പാണ് നമ്മൾ മണ്ടേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ 12 മാസത്തെ ടാക്സബിൾ സപ്ലൈ, കഴിഞ്ഞ 12 മാസത്തെ ടാക്സബിൾ സപ്ലൈ 3,75,000 മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, എക്സീഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മണ്ടേറ്ററി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വിത്തിൻ 20 ഡേയ്സിനടക്ക് അല്ലെങ്കിൽ 30 ഡേയ്സിനടക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആർക്കാ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഇവിടത്തെ ടാക്സ് അതോറിറ്റി ആയിരിക്കണം, ഫെഡറൽ ടാക്സ് അതോറിറ്റി അഥവാ FTA എന്ന് പറയുന്ന അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ത്രൂ എമറാൾഡ് ടാക്സ് പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എമറാൾഡ് ടാക്സ് പോർട്ടൽ കാണാത്തവരൊന്നും പേടിക്കൊന്നും വേണ്ട, ഞാൻ കാണിച്ചു തരാം എങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% നിങ്ങൾക്ക് കാണിച്ചു തരും, പേടിക്കൊന്നും വേണ്ട. ഇനിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ 3,75,000 ആയിട്ടില്ല, പക്ഷെ യു ആർ എക്സ്പെക്ടിങ് എ ടാക്സബിൾ സപ്ലൈ വിത്തിൻ 30 ഡേയ്സ്. 3,75,000 മുകളിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടാക്സബിൾ സപ്ലൈ വിത്തിൻ നെക്സ്റ്റ് 30 ഡേയ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് വാറ്റ് രജിസ്ട്രേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. FTA ചിലപ്പോ ഇൻസ്പെക്ഷനും കാര്യങ്ങൾ, ബാങ്കിലേക്കൊക്കെ ഫണ്ട് വരുന്നില്ലേ, അപ്പോൾ FTA കാര്യങ്ങൾ, ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ട് മുൻപ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളതെന്ന് അവർക്ക് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരു ഓഡിറ്റ് ഇനിഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് ആ രജിസ്ട്രേഷൻ എടുക്കാത്തതിന് ഒരു ഫിക്സഡ് പെനാൽറ്റി തരും. രജിസ്ട്രേഷൻ കളക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ഡേറ്റ് മുതൽ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷന് മുകളിൽ 5% വാറ്റും അതിന്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് ലെവി ചെയ്യും. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു കേസ് എന്ന് പറയുന്നത്, മാൻഡേറ്ററി രജിസ്ട്രേഷൻ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ 12 മാസത്തെ ടാക്സബിൾ സപ്ലൈസ് ആൻഡ് ഇമ്പോർട്ട് ചേർക്കുമ്പോൾ എത്ര വരാൻ വേണ്ടി പാടില്ല, 3,75,000 മുകളിൽ എക്സീഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എന്തെടുത്തിരിക്കണം, രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഒരു കാര്യം കൂടി ഓർക്കണം, ആൻഡ് യു ആർ എക്സ്പെക്ടിങ് വിത്തിൻ നെക്സ്റ്റ് 30 ഡേയ്സ്, വരാനിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 30 ദിവസത്തിനുള്ളിൽ 3,75,000 മുകളിലേക്ക് എക്സീഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇത് ഏതാ കേസ്? മാൻഡേറ്ററി, നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ട കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ എടുക്കേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ എന്തിനാ വോളണ്ടറി എടുക്കുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട്, ഞാനിപ്പോൾ പറഞ്ഞ നേരത്തെ പയ്യൻ മംഗലാപുരത്ത് നിന്ന് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഒരു കമ്പനിക്ക് കൊട്ടേഷൻ അയക്കാന്ന് കരുതാം, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷനോ അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഓർഡർ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നോക്കുക, അവരൊരു ബിസിനസ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ അയക്കുന്ന സമയത്ത് എനിക്ക് എന്തുണ്ട് കിട്ടുന്ന TR ഒന്നും ഇല്ലാത്തൊരു പർച്ചേസ് ഓർഡർ അയച്ചെന്ന് കരുതാം. അതായത് എൻ്റെ ഇൻവോയ്സിനകത്ത് വാറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളിലേക്ക് എന്തുണ്ടാവില്ല, ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യില്ല അല്ലെ. ഈ 3,75,000 പോലും ബിസിനസ് ഇല്ലാത്ത ആൾക്കാരാണോ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ജെന്യൂനിറ്റി ഫീൽ അവിടെ ഓഫ് കോഴ്സ് ഉണ്ടാവും അല്ലെ. നമ്മളെ സംശയമുള്ള ഒരു 3,75,000 ചെറിയ ആൾക്കാർക്ക് നമ്മൾ ബിസിനസ് കൊടുക്കണോ, ഇവർ വെച്ചിട്ട് പോവോ, അങ്ങനെയുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് അവരെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത്തരത്തിലൊരു ജെന്യൂനിറ്റി ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈ, ഇതേ പറയുന്ന ടാക്സബിൾ സപ്ലൈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇതുവരെ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ട് 1,87,500 വന്നിട്ടുണ്ട്. ആൻഡ് യു ആർ എക്സ്പെക്ടിങ് നെക്സ്റ്റ് 30 ഡേയ്സിൽ 1,87,500 സപ്ലൈ കൂടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FTAയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാം. എന്താ പറയാ, സാർ ഓൾറെഡി എനിക്ക് 1,87,500, അതായത് 50% ഓഫ് ദി മാൻഡേറ്ററി ത്രെഷോൾഡ് ലിമിറ്റ്, ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട, 3,75,000 50% ആണ് 1,87,500 എന്ന് പറയുന്നത്. അത് ഞാൻ ഓൾറെഡി അച്ചീവ് ആയിട്ടുണ്ട്. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് വിത്തിൻ നെക്സ്റ്റ് 30 ഡേയ്സിൽ എന്ത് ചെയ്യുന്നു, ഒരു 1,87,500 കൂടുതൽ സെയിൽസ് ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. ആൻഡ് എക്സ്പെക്ടിങ് ദാറ്റ് അതിനൊരു സപ്പോർട്ട് ഉണ്ടാക്കും, ഒരു പർച്ചേസ് ഓർഡറോ അല്ലെങ്കിൽ കോൺട്രാക്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ FTA എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ FTA വിത്തിൻ 20 ഡേയ്സിനടക്കം ആ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ടാക്സ് രജിസ്ട്രേഷൻ ആ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ ക്ലാസ് കേൾക്കുന്നവര്. ഓക്കെ, അപ്പം വളരെ രജിസ്ട്രേഷൻ ലിമിറ്റ്
പറഞ്ഞത് 1,87,500 നിങ്ങൾ ഓൾറെഡി ആയിട്ടുണ്ട്, ടേൺ ഓവർ ആയിട്ടുണ്ട്. അതിന് മുകളിൽ നെക്സ്റ്റ് 30 ഡേയ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ 1,87,500 കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പർച്ചേസ് ഓർഡർ അല്ലെങ്കിൽ സപ്പോർട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ എഗ്രിമെന്റ്സിന്റെ കോപ്പിയോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും, എമറാൾഡ് ടാക്സ് പോർട്ടലിലൂടെ FTA അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വിത്തിൻ 20 ഡേയ്സിൽ അവർ റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ TRN സർട്ടിഫിക്കറ്റ് വിത്ത് TRN നമ്പർ, ഒരു 15 ഡിജിറ്റ് TRN നമ്പർ ഒക്കെ ചേർത്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, അവരൊരു TRN സർട്ടിഫിക്കറ്റ് ഇഷ്യൂ തരും. അങ്ങനെ ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നത്. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക? TRN സർട്ടിഫിക്കറ്റ് കിട്ടി, ടാക്സ് രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റ് തൊട്ടാണോ നിങ്ങൾക്ക് ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അതിനകത്ത് ഒരു എഫക്റ്റീവ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ഡേറ്റ് തൊട്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമറായി എന്ത് വാങ്ങിച്ചിരിക്കണം, നിങ്ങളുടെ കസ്റ്റമർ ചെയ്ത് കയ്യിൽ നിന്ന് 5% വാറ്റ് കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് ക്വാർട്ടർലി അല്ലെങ്കിൽ മന്ത്ലി ബേസിസ് FTAക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന എമൗണ്ട് അവർ FTAക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് അതിന്റെ കൂടെ പേയ്മെന്റും കൂടി എന്ത് ചെയ്യണം, വിത്തിൻ 28 ഓഫ് ദി സബ്സീക്വന്റ് ക്വാർട്ടർ എൻഡ് ചെയ്ത് വിത്തിൻ 28 നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അഥവാ ഞാൻ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറഞ്ഞത് 1/1/2024 തൊട്ട് 31/3/2024 എന്ന് പറയുന്ന ഒരു ക്വാർട്ടർ ഉണ്ടായെന്ന് കരുതുക, ഒരു പീരീഡ് ഉണ്ടായെന്ന് കരുതുക. ആ പീരീഡിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 28/4/2024 ആണ്. അതായത് ഈ ക്വാർട്ടർ എൻഡ് ചെയ്ത് വിത്തിൻ 28 ഡേയ്സിനടക്കമാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണത്. ഏത് പോർട്ടൽ വഴി? എമറാൾഡ് ടാക്സ് പോർട്ടൽ വഴി നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണത്. അങ്ങനെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഫെയിലർ ആയി പോയി, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഞാൻ മറന്നുപോയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവം? ഇമ്മീഡിയറ്റ് ആയിട്ട് ആദ്യത്തെ തവണയാണ് നിങ്ങൾ ഈ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1000 ദർഹംസ് എന്ത് വരും, അവിടെ 1000 ദർഹംസ് ആണ്, നാട്ടിലെ അറൗണ്ട് 23,000 രൂപ എന്ത് വരും, നമ്മൾക്ക് ഫൈന് വരും. ഇനി നിങ്ങൾ അങ്ങനെ ഫൈന് വന്നിട്ട് ഒരു തവണ ഫൈന് വന്നു, അപ്പൊ അത് എന്ത് ചെയ്തു, ഫൈന് കാര്യങ്ങളൊക്കെ അടച്ചു, റിട്ടേൺ സബ്മിറ്റ് ചെയ്തു, എല്ലാം ക്ലിയർ ആക്കി. സബ്സീക്വന്റ് ആയിട്ട് വീണ്ടും ഇതേ മിസ്റ്റേക്ക് ആവർത്തിക്കപ്പെട്ടു എന്ന് കരുതുക. രണ്ടാമത്തെ ക്വാർട്ടർ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തു, റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ എത്ര വരും ഫൈന്? 2000 ദർഹംസ് ആയിരിക്കും നിങ്ങളുടെ പിന്നീട് വരുന്ന ഓരോ ഫൈനിന്റെ വാല്യൂ. അപ്പൊ ആദ്യത്തെ തവണ മിസ്റ്റേക്ക് സംഭവിക്കുമ്പോൾ 1000 ദർഹംസും സബ്സീക്വന്റ് ആയിട്ട് ഈ മിസ്റ്റേക്ക് സംഭവിച്ചു റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2000 ദർഹംസും ആയിരിക്കും അതിന്റെ ഫൈൻ എന്ന് പറയുന്നത്. മാത്രമല്ല അതിന്റെ കൂടെ 2% ഇൻട്രസ്റ്റ്, എത്രയാണോ നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആ ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയുള്ള എമൗണ്ട് 2% ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യേണ്ടി വരും, പെർ മന്തിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കേണ്ടി വരും. അപ്പം വൺസ് നമുക്ക് ഒരു ടാക്സ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് TRN സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഡേറ്റിന് തൊട്ട് ഇങ്ങോട്ടേക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. FTA നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ടാക്സ് കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഗവൺമെന്റിലേക്ക് എന്ത് ചെയ്യണം, പീരിയോഡിക്കലി റിട്ടേൺസ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം, അതിന്റെ വാറ്റിന്റെ റിട്ടേൺ കൊടുക്കണം, പേയ്മെന്റ് സബ്മിറ്റ് ചെയ്യണം. അവരെന്തെങ്കിലും ഡോക്യുമെന്റ് റിക്വസ്റ്റ് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കണം. ആൻഡ് നമ്മൾ ഈ പറയുന്ന ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും വിത്തിൻ മിനിമം ഫോർ എ പീരീഡ് ഓഫ് 5 years, ഓഡിറ്റ് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 years ഫോർ നോർമൽ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് 15 years വരെ എന്ത് ചെയ്യണം, നമ്മൾ വെച്ചിരിക്കണം. ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോ ഈ ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെ വാറ്റുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ, അതായത് ടാക്സേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ കുറച്ച് ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, മറ്റൊരു ജോലി മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ജോബിന് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞു 2018 വരെ അല്ലെ 2017 ഉണ്ട്, 2018 വരെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൾച്ചർ ഇല്ലാത്ത രാജ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു, അവർക്ക് ഈ പറയുന്ന ഇൻകത്തിനും പ്രോഫിറ്റിനും മുകളിൽ വരെ ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നിരിക്കുന്നു. അക്കൗണ്ടന്മാരില്ലാതെ കണ്ട് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. ഫോഴ്സ്ഡ് ആണ് കമ്പനികൾ. സോ നിങ്ങൾ ഹയർ ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ചിലപ്പോൾ ആര് ഡിമാൻഡ് ചെയ്യും, കമ്പനീസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് വാറ്റ് രജിസ്ട്രേഷൻ. എങ്ങനെയൊക്കെയാണ് വാറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഒന്ന്, 2 രീതിയിലാണ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് മാൻഡേറ്ററി അല്ലെങ്കിൽ കമ്പൽസറി, രണ്ടാമത്തത് വോളണ്ടറി. കമ്പൽസറിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ, നിർബന്ധമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്, 3,75,000 ടാക്സബിൾ സപ്ലൈസ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിൽ ആയിട്ട് ലാസ്റ്റ് 12 months എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടാക്സബിൾ സപ്ലൈസ് 3,75,000 എക്സീഡ് ചെയ്തു അല്ലെങ്കിൽ ആൻഡ് യു ആർ എക്സ്പെക്ടിങ് വിത്തിൻ 30 days 3,75,000 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ഷുഡ് മണ്ടേറ്ററിലി അപ്ലൈ ഫോർ വാറ്റ് രജിസ്ട്രേഷൻ ത്രൂ എമറാൾഡ് ടാക്സ് പോർട്ടൽ. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ വിത്തിൻ 20 business daysനിടയിൽ എന്ത് ചെയ്യും, നമ്മൾക്ക് ക്വരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇഷ്യൂ ചെയ്തു തരും. രണ്ടാമത്തെ കേസ്
വോളണ്ടറി രജിസ്ട്രേഷൻ ആണ്. വോളണ്ടറി രജിസ്ട്രേഷനിൽ പറയുന്നത് ഓൾറെഡി നിങ്ങൾ 1 lakh അതിന്റെ 50% 1,75,500 എന്ത് ചെയ്തു, അച്ചീവ് ചെയ്തു. ആൻഡ് യു ആർ എക്സ്പെക്ടിങ് വിത്തിൻ നെക്സ്റ്റ് 30 days ഒരു 1,87,500 കൂടി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോളണ്ടറി ആയിട്ടും രജിസ്ട്രേഷന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ ഒരു 2 കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ഈ ഒരു ഡെഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ടേൺ ഓവർ ലിമിറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഐഡിയയിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ മക്കളെ? ഒന്ന് പറയോ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ എന്തെങ്കിലും അഥവാ ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഈ പറയുന്ന കാര്യങ്ങള്? ഹലോ, പറഞ്ഞു സാർ. ഈ ഫൈന് പറഞ്ഞല്ലോ, റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ. അതെ, അതിപ്പോ 1000 2000 ഒക്കെ ഒരു ഫയൽ ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ഫൈൻ ആണോ അതോ പെർ മന്ത് ആണോ, എങ്ങനെ വരുന്നത്? അതായത് ഞാനിപ്പോ ഈ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, 1/1/2024 തൊട്ട് 31/3/2024 എന്ന് പറയുന്ന ഒരു ക്വാർട്ടർ ഉണ്ടായി. ഈ ക്വാർട്ടറിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടുപോയി, മറന്നുപോയി. അതിന്റെ ഡ്യൂ ഡേറ്റ് വന്നത് 28/4/2024 അതിന്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പൊ ഞാൻ 28-ാം തീയതി ഞാൻ മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 29-ാം തീയതി രാവിലെ നിങ്ങൾ പോർട്ടൽ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്തുണ്ടാകും, ഒരു 1000 ദിർഹംസിന്റെ ഫൈൻ വന്ന് കിടപ്പുണ്ടാവും. എന്തായിരിക്കും ഫൈൻ? ഫസ്റ്റ് കേസ് ആകുമ്പോൾ 1000 ദിർഹംസിന്റെ ഫൈൻ ഒന്ന് കിടപ്പുണ്ടാവും. അപ്പൊ അതിന്റെ റീസൺ എന്തായിരുന്നു, നമ്മുടെ ഡ്യൂ ഡേറ്റിൽ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യാം, 29-ാം തീയതി നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് ഈ 1000 ദിർഹംസും കൂടി അടച്ചു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആയി. പിന്നെ അത് നിങ്ങൾ ട്രിഗർ ചെയ്യത്തില്ല. അതായത് ഈ പറയുന്ന ഫീ പെനാൽറ്റി എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലയൻസ് ചെയ്യുന്നത് വരെയുള്ള 1 ടൈം കോസ്റ്റ് ആണ്. പിന്നീട് ആ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നത് എപ്പോൾ വെച്ചാൽ പിന്നെ നിങ്ങൾ കംപ്ലയൻസ് ചെയ്യാൻ വേണ്ടി വിട്ടു, അടുത്ത ക്വാർട്ടർ നിങ്ങൾ കംപ്ലയൻസ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ കോസ്റ്റ് വരും. ആ കോസ്റ്റ് എല്ലാം 2000 വരും. ആ റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രശ്നങ്ങൾ മാറി കിട്ടും. അല്ലാണ്ട് റെക്കറിംഗ് നേച്ചറായിട്ട് വരില്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാറ്റിൽ എന്തൊക്കെയോ വന്നു കിടക്കും. നിങ്ങൾ ചാറ്റിൽ ഇട്ടാലും മതി, ഞാൻ ചാറ്റ് നോക്കാം. ഇൻവോയ്സ് ചെയ്യുന്നില്ലെങ്കിൽ ടാക്സ്, ഓക്കെ, വലിയ എന്തൊരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട് തോന്നുന്നു. ഇൻവോയ്സ് ചെയ്യുന്നില്ലെങ്കിൽ ടാക്സ് രജിസ്ട്രേഷൻ ചെയ്യണോ? അയ്യോ, ഇൻവോയ്സ് ചെയ്യുന്നില്ല എങ്കിൽ ടാക്സ് രജിസ്ട്രേഷൻ ചെയ്യണോ? ഇൻവോയ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് റവന്യൂ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷന്റെ ആപ്ലിക്കബിലിറ്റി ഇല്ല. അതാണ് മാൻഡേറ്ററിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് 3,75,000 ടാക്സബിൾ സപ്ലൈസ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻവോയ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ ഉണ്ട്, റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇൻവോയ്സ് ചെയ്യാതിരിക്കുന്നതല്ല. നിങ്ങൾക്ക് റവന്യൂ ഇല്ല, നിങ്ങൾ ഇൻവോയ്സും ചെയ്യുന്നില്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആസ് പെർ UAE വാറ്റ്. അനസ് ക്ലിയർ ആയോ? അനസിന്റെ ഡൗട്ടാണ് ഞാൻ ക്ലിയർ ചെയ്തത്. യെസ്, അവിടുത്തെ ഇൻകം ടാക്സ് ആണോ കോർപ്പറേറ്റ് ടാക്സ്? യെസ് ഓഫ് കോഴ്സ്. നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ത്യയിലെ ഇൻകം ടാക്സിലെ PGBP എന്ന് പറയുന്ന ഹെഡ് ഉണ്ട്, പ്രോഫിറ്റ് അഗെയിൻ ഫോർ ബിസിനസ് ഓഫ് പ്രൊഫഷൻ. അതായത് നമ്മുടെ കമ്പനികൾ എന്ത് ചെയ്യുന്നു, അവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് മുകളിൽ ടാക്സ് കൊടുക്കണം എന്ന് പറയുന്നത്. അതിന്റെ നേരെ കോൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് കോർപ്പറേറ്റുകൾ, അതായത് ബിസിനസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബിസിനസ് നടത്തുന്ന രീതിയാണെന്നുണ്ടെങ്കിലും അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് 3,75,000 മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ എന്ത് ചെയ്യണം, ക്വാളിഫൈഡ് ഫ്രീസൺ പേഴ്സൺ അല്ല, അല്ലാത്ത കേസൊക്കെ നോർമൽ ടാക്സബിൾ പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് 3,75,000 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് 9% എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ലൈക്ക് യെസ്, ഡിക്റ്റോ ലൈക്ക് അവർ ഇൻകം, നാട്ടിലത്തെ ഇൻകം ടാക്സിന് ഡിക്റ്റോ ആണ്. പക്ഷെ അത് കോർപ്പറേറ്റിന് മാത്രമേ ബാധിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ആരാണ് കേസ്, സൽമാന്റെ കേസ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതിനുശേഷം വേറെ വന്നത് ബേസ് ആണ്, കോർപ്പറേറ്റ് ടാക്സ് കമ്പ്യൂട്ടർ. യെസ്, ഫിറോസ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. 50 മില്യൺ ടേൺ ഓവർ വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IFRS SME എന്ന് പറയുന്ന സ്മോൾ മീഡിയം എന്റർപ്രൈസിന് IFRS യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് IFRS കൂടി ഒന്ന് ഗ്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. Can you explain about corporate tax and payment method?
കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷനാണ് അടുത്ത സൺഡേ നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയൊക്കെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. അനസ്, ടെൻഷൻ ഇല്ല. നെക്സ്റ്റ് വൺ, വേറെ എന്തെങ്കിലും ഡൗട്ട്? റെക്കോർഡ് ഉണ്ടാകുമോ? ഹസീം, റെക്കോർഡ് മനസ്സിലായില്ല. ക്ലാസ്സിന്റെ റെക്കോർഡാണോ? ക്ലാസ്സിന്റെ റെക്കോർഡ്, ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, വേറെ ആർക്കും ഡൗട്ട്സ് കാര്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഏരിയയിലേക്ക് പോയിക്കോട്ടെ. ഹലോ, പോയിക്കോട്ടെ. മൈക്കോ മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കുട്ടികൾ, 60-70 കുട്ടികളല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി ഞാൻ പറയുന്നതിൽ എൻ്റെ സ്ലാങ്ങോ അല്ലെങ്കിൽ ഞാൻ സ്പീഡ് കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ. ഞാൻ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. നമുക്ക് ഇൻപുട്ട്. അനസിന്റെ എന്തോ ഡൗട്ട് ഉണ്ട്. അനസ് ഒന്ന് മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. അനസ് സംസാരിച്ചോ, കുഴപ്പമില്ല. അനസ്, ഇൻപുട്ട് മാത്രമുള്ള കമ്പനീസിനായ എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അനസേ, ടെൻഷൻ ഇല്ല. പിന്നെ ഫിറോസ് പറഞ്ഞിരിക്കുന്ന ആരും ഒരാളും കൂടി ഡൗട്ട്, ബ്രാഞ്ചസ് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ വേണോ? സാലി, ബ്രാഞ്ചിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇതിനകത്ത് ബ്രാഞ്ച് സെയിം ഓണർഷിപ്പ് തന്നെയാണെന്നുണ്ടെങ്കിൽ, അതായത് സെയിം പാർട്ട്നേഴ്സ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ബ്രാഞ്ച് ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം, എങ്ങനെ ആഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇൻപുട്ട് മാത്രമുള്ള കമ്പനീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റീഫണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ക്യാൻ യു ഷോർലി ടെൽ വൺസ് അഗെയിൻ ഫ്രം ദ സ്റ്റാർട്ട്? സിന്ധു, അപ്പ മൊത്തത്തിൽ പറയാൻ വേണ്ടിയിട്ടാ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വെച്ചാൽ 2018 നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് UAE ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വാറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഡയറക്ട് ടാക്സേഷൻ ആണ്. നിങ്ങൾ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്ന സമയത്ത് കസ്റ്റമറായി നിന്ന് എന്ത് വാങ്ങിച്ചിരിക്കണം, വാറ്റ് കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. പിന്നീട് നമുക്ക് ആർക്കൊക്കെയാണ് നമ്മൾ രജിസ്ട്രേഷന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്? ഒന്ന് മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആൾക്കാർ, രണ്ടാമത് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആൾക്കാർ. മാൻഡേറ്ററി രജിസ്ട്രേഷൻ അത് പറയുന്നത് നിങ്ങളുടെ ടാക്സിബിൾ സപ്ലൈസ് ഫോർ ദ ലാസ്റ്റ് 12 മന്ത്, കഴിഞ്ഞ 12 മാസത്തെ ടാക്സിബിൾ സപ്ലൈ 3,75,000 മുകളിലോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ട് എന്ത് സബ്മിറ്റ് ചെയ്യണം, വാറ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇല്ലാച്ചാൽ നിങ്ങൾക്ക് എന്ത് വരും, ഒരു 10,000 ഫൈൻ വരും. ഇനി 3,75,000 എക്സീഡ് ചെയ്തിട്ടില്ല, പക്ഷേ ആൻഡ് യു ആർ എക്സ്പെക്ടിംഗ് വിത്തിൻ നെക്സ്റ്റ് 30 days വി ആർ ഗോയിങ് ടു എക്സീഡ് 3,75,000 ത്രെഷോൾഡ് ലിമിറ്റ്, ദെൻ എന്ത് ചെയ്യണം, ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും മാൻഡേറ്ററി രജിസ്ട്രേഷന്റെ കാറ്റഗറിയിലാണ് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 ഡേയ്സിനിടയിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. വോളണ്ടറിനകത്ത് പറയുന്നത് നിങ്ങൾ ഓൾറെഡി 1,87,500 എക്സീഡഡ് ആയി അല്ലെങ്കിൽ കവർ അപ്പ് ചെയ്തിട്ടുണ്ട്, ആൻഡ് യു ആർ എക്സ്പെക്ടിംഗ് വിത്തിൻ നെക്സ്റ്റ് 30 days 1,87,500 എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വോളണ്ടറി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയ ഡേറ്റ് മുതൽ കൂടെ നമ്മൾ ടാക്സ് ഇൻവോയ്സ് തന്നെയാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മാത്രം പോരാ, ആ ഒരു പീരിയോഡിക്കൽ നമ്മൾ ഗവൺമെന്റിൽ റിട്ടേൺസ് കാര്യങ്ങൾ കൊടുക്കണം. റിട്ടേൺ കൊടുത്താൽ മാത്രം പോരാ, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റേഷൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് ഡോക്യുമെന്റ് റിക്വയർമെന്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റിന് വേണ്ടി ഇന്ന ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 5 years എന്ത് ചെയ്യണം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർമെന്റ് കൂടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആരായി മാറി, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് നമ്മുടെ കമ്പനിയും മാറും. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അവർ ഓഡിറ്റ് എടുത്തിടും, എന്നിട്ട് എന്ത് ചെയ്യും, ഫൈൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇനി ഡൗട്ട് സെഷനിൽ വന്നിരിക്കുന്ന 2-3 കാര്യം വെച്ചാൽ, ഒന്ന് ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫുള്ളി ഇൻപുട്ട് റീഫണ്ടബിൾ പൊസിഷൻ ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ്, ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. 311 എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വിത്തിൻ 20-25 ഡേയ്സിനിടയിൽ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ചെയ്യും. ക്വാർട്ടർലി ഓർ മന്ത്ലി ഫയൽ ചെയ്യുന്ന ഡൗട്ട് ചോദിച്ചു, അത് ടേൺ ഓവറിന്റെ ബേസിലാണ്. 50 million ഒക്കെ ആണെന്നുണ്ടെങ്കിൽ FTA എന്ത് ചെയ്യാം, മന്ത്ലി ആക്കാം. എല്ലാച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വാർട്ടർലി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് ചോദിച്ചൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ബ്രാഞ്ചിന് സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബ്രാഞ്ചിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ബ്രാഞ്ച് സെയിം ഓണർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുക്കാതെ കണ്ട് നമുക്ക് സെയിം TRനകത്ത് തന്നെ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ല ഒരു ബ്രാഞ്ചായിട്ട് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോ സെപ്പറേറ്റ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് ഗ്രൂപ്പ് സിസ്റ്റം പറഞ്ഞല്ലോ, അപ്പൊ സെപ്പറേറ്റ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും? ഇല്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു കമ്പനിക്കകത്ത് തന്നെയുള്ള എൻറ്റിറ്റി ആയിട്ട് തന്നെ കൊണ്ടുപോയാൽ മതി, പ്രശ്നം. സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർമെന്റ് ഇല്ല.
സ്റ്റേറ്റ് ബേസിസ് ആണോ രജിസ്ട്രേഷൻ? എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശം മനസ്സിലായില്ല. പക്ഷെ നമ്മൾ യു എയിലെ വാറ്റ് ലോ എന്ന് പറയുന്നത് സിംഗിൾ ആണ്, ഒരു ഫെഡറൽ ടാക്സ് ഒരു അതോറിറ്റി മാത്രമാണുള്ളത്. അപ്പൊ സ്റ്റേറ്റ് ബേസിസ് അല്ല രജിസ്ട്രേഷൻ. പക്ഷേ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേസസ് അപ്ലൈനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിട്ടേണിനകത്ത് നമ്മുടെ റവന്യൂ കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് 7 ടെറിട്ടറി, 7 എമിറേറ്റ്സ് വൈസ്. യെസ്, രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പക്ഷേ 7 എമിറേറ്റ് വൈസ് അല്ല മോനെ, നമ്മൾ സിംഗിൾ അതോറിറ്റിക്കാണ് കൊടുക്കുന്നത്. ഈ 7 എമിറേറ്റ്സിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 7 എമിറേറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു സിംഗിൾ അതോറിറ്റിയാണുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 അതോറിറ്റിക്കും കൂടിയിട്ട് ഒരു ഏജൻസി, ഒരു അതോറിറ്റി മാത്രം, അബുദാബിയിലാണ് ഹെഡ് ഓഫീസ് വരുന്നത്. ആ ഒരു അതോറിറ്റിക്ക് മാത്രമാണ് നമ്മൾ രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യുക. അവരായിരിക്കും നമുക്ക് TR-നും കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് തരിക. അല്ലാതെ ദുബായ്ക്ക് വേറെ, അബുദാബിക്ക് വേറെ, ഷാർജക്ക് വേറെ എന്നുള്ള കാറ്റഗറി ഒന്നും ഇല്ല. ഹോപ്പ് നിങ്ങളുടെ ബേസ് ആയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്തൊക്കെ ചോദിക്കട്ടോ, നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ FTA-യുടെ പോർട്ടൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. എമറാറ്റ് ടാക്സ് പോർട്ടൽ എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞു, ഇതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എമറാറ്റ് ടാക്സ് ഗൂഗിളിൽ പോയിട്ട് എമറാറ്റ് ടാക്സ് പോർട്ടൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വെബ് അഡ്രസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു വിൻഡോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന വിൻഡോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ എമറാറ്റ് ടാക്സ്. നമ്മുടെ നാട്ടിലെ GST ഡിപ്പാർട്ട്മെന്റ് ഒരു വെബ്സൈറ്റ് ഉണ്ടാവില്ലേ, ഇൻകം ടാക്സിന് ഒരു വെബ്സൈറ്റ് ഇല്ലേ, അതേപോലെ തന്നെ ഇവിടെയുള്ള വെബ്സൈറ്റ് ആണ് എന്ത് പറയുന്നത്, എമറാറ്റ് ടാക്സ് പോർട്ടൽ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇന്റർഫേസ് ആണ്. അതായത് നമ്മളും നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള യൂസേഴ്സും നമ്മുടെ അതോറിറ്റി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർഫേസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് നമ്മൾക്കൊരു ഡമ്മി ഡാറ്റ വെച്ച് കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ടി ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ സിമുലേഷൻ എന്ന് പറയുന്നത്. അത് പറയുന്നുണ്ട് ദിസ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ബാക്ക് എൻഡിൽ ഞാൻ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് 100% ഇത് കാണാപ്പാടാണ്, ഇത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുള്ളതിൽ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതണ്ട. ഓക്കെ, ഓൾറെഡി ഹാവിങ് ആൻ അക്കൗണ്ടിനകത്ത് പോയിട്ട് എനിക്കൊരു ഇമെയിൽ ID പാസ്വേഡ് ഉണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ലോഗിൻ. സെക്കൻഡായി ഞാൻ ഒന്ന് ലോഗിൻ ആകട്ടെ. സംഹിബ ഹലോ. സംഹിബ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യോ, എന്നിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ഒന്ന് അയക്കോ. സ്പീഡായിട്ടൊന്ന് ചെയ്യണേ.
ഒറ്റ സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അവരൊന്ന് യൂസർ ക്രിയേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ലോഗിൻ ചെയ്യാം. ജസ്റ്റ് ഹോൾഡ് എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അവരത് ക്രിയേറ്റ് ചെയ്യട്ടെ. അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. വെറുതെ ടൈമുകളുണ്ടല്ലോ. റൈറ്റ്, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് പോവാം. ഓക്കെ, ഇതൊന്ന് നമുക്ക് നോക്കാം. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറെ ഡോക്യുമെന്റ്സ് അതിന് റിക്വയർമെന്റ് ഉണ്ട്. അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഹലോ, സൗണ്ട് കേൾക്കണ്ടല്ലോ അല്ലേ? ഐ ഹോപ്പ് എൻ്റെ സ്ക്രീനും കാണാൻ വേണ്ടി പറ്റുന്നു എന്ന് തോന്നുന്നു. അപ്പം കമ്പനി ഇങ്ങനെ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നുള്ളത് നോക്കണം. ആദ്യത്തെ കേസിൽ ഒന്നാമത്തെ വെച്ചാൽ ഒരു കമ്പനിയുടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ DED ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്, അല്ലെങ്കിൽ ജാബ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വന്നിരിക്കുന്ന ലൈസൻസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. ഏത് ഡേറ്റിലാണ് അത് എക്സ്പയർ ആവുന്നത്, ഏത് അതോറിറ്റിയാണ്, ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. കമ്പനിക്ക് ഉണ്ടാകുന്ന കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതായത് DD ആണെന്നെങ്കിൽ DD, അതായത് ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഓണേഴ്സ് ഒക്കെ ആരാണ്, അവരുടെ ഓണേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. മാത്രമല്ല
ഇതിന്റെ കൂടെ നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞു മണ്ടേറ്ററി ലിമിറ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വോളണ്ടറി രജിസ്ട്രേഷൻ ലിമിറ്റ് പ്രകാരമാണെങ്കിൽ അവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ആർക്കായിരുന്നു? ടേൺ ഓവറിനായിരുന്നു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ടേൺ ഓവർ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. ടേൺ ഓവർ നോക്കിയിട്ട് ടേൺ ഓവർ ഡിക്ലറേഷൻ ലെറ്റർ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്. അതായത് 12 മാസത്തെ ടേൺ ഓവർ നമ്മൾ എന്ത് ചെയ്യണം? FTA അറിയിക്കാൻ വേണ്ടി ഒരു ഡിക്ലറേഷൻ ലെറ്റർ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡിനകത്ത് എടുത്തിട്ട് അത് എന്ത് ചെയ്യണം? നമ്മുടെ അതോറിറ്റി ആരാണോ സൈനിങ് അതോറിറ്റി ഉണ്ടാവുക അവർ ഓതറൈസ് ചെയ്തിട്ട് ഈ കാര്യം ടേൺ ഓവർ ഡിക്ലറേഷൻ ലെറ്റർ അടക്കം എവിടേക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം? FTAയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുതിയ പർച്ചേസ് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പർച്ചേസ് ഓർഡർ, എഗ്രിമെന്റ്സ്, ഒരു സാമ്പിൾ ഇൻവോയ്സിന്റെ കോപ്പി, 5 സാമ്പിൾ അല്ലെങ്കിൽ 3 സാമ്പിൾ ഇൻവോയ്സിന്റെ കോപ്പി കൊടുക്കണം. സാമ്പിളായിട്ട് നമ്മുടെ പർച്ചേസ് ഇൻവോയ്സിന്റെ കോപ്പി, നമ്മുടെ അഡ്രസ് പ്രൂഫ്, നമ്മുടെ ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? FTAയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഈ പറയുന്ന പോർട്ടൽ വഴി നമ്മൾ സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യും? അവർ റിവ്യൂ ചെയ്യും. ഈ പറയുന്ന ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ജെന്യുവൻ ആണോ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും. വിത്തിൻ 20 ഡേയ്സിനടക്കം അവർ റിവ്യൂ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് വരും? നമ്മൾക്ക് ഒരു ടാക്സ് എന്തെങ്കിലും ക്വരീസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ എമറാ ടാക്സ് പോർട്ടൽ വഴി തന്നെ നമ്മൾക്ക് തരും. അതിനുശേഷം ക്വരി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മൾക്കൊരു TRN സർട്ടിഫിക്കറ്റ് അഥവാ ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു തരും. അപ്പോൾ TRN സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ 15 ഡിജിറ്റ് ആണ് ഈ TRN നമ്പർ ഉണ്ടായിരിക്കുക. ആ TRN നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മണ്ടേറ്ററി ആയിട്ട് FTAയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നോക്കേണ്ടതാണ്. അതായത് കംപ്ലൈൻസ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ട്രേഡ് ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓണർഷിപ്പിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ്. ഇപ്പോൾ ഈ വരുന്ന 31 മാർച്ച് വരെ ഒരു ഫ്രീ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫൈൻസ് കാര്യങ്ങളൊക്കെ വരും. അതായത് എന്തെങ്കിലും ഓണർഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ലൈസൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കോൺടാക്ട് ഇൻഫർമേഷൻ, ഓതറൈസ്ഡ് പേഴ്സൺസ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ FTA എന്ത് ചെയ്യണം? വിത്തിൻ 20 ബിസിനസ് ഡേയ്സിനിടയിൽ ഇൻഫോം ചെയ്യണമെന്നാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല FTA നമ്മളോട് ഓഡിറ്റിന് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് വിത്തിൻ 20 ഡേയ്സ്, അതിന് 20 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് ടൈം കാര്യങ്ങളൊക്കെ തരിക. ആ പറയുന്ന ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് റിപ്ലൈ ചെയ്യേണ്ട റിക്വയർമെന്റ് ഒക്കെ വരുന്നത് എവിടെ തൊട്ടാണ്? ഈ പറയുന്ന രജിസ്ട്രേഷൻ വന്നിരിക്കുന്ന സമയം തൊട്ടാണ്. സോ നമ്മുടെ യൂസർ എനേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങളോട് പറയാം. ഓക്കെ, FTAയുടെ പോർട്ട് തുറന്ന് ഇപ്പൊ എന്റെ സ്ക്രീന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഹലോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നു. റൈറ്റ്, ഇത് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നമുക്ക് ചെറിയൊരു ഡിലേ വന്നെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ FTAയുടെ പോർട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക. അതായത് ഇപ്പൊ ടാക്സിബിൾ പേഴ്സൺ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? FTAന്റെ ഈ പറയുന്ന വെബ്സൈറ്റിനകത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരു ലോഗിൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടോ? സൈനപ്പ് എന്നൊരു അക്കൗണ്ട് ഉണ്ട്. ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സൈനപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞത് ഇവിടെ ടാക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ? ഇപ്പൊ നാസർ എന്ന് പറയുന്ന വ്യക്തി, നാസർ ഇപ്പൊ ക്ലാസ്സിലുണ്ട്. നാസർ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് ഒരു ടാക്സ് കൺസൾട്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം, അല്ലെങ്കിൽ വാറ്റ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ പറയുന്ന എമറാ ടാക്സ് പോർട്ടലിന് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു
സൈൻ അപ്പ് ഡീറ്റെയിൽസ് കൊടുക്കണം. അവരുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, OTP, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും, ഈ പറയുന്ന എമറാൾഡ് ടാക്സ് പോർട്ടലിനകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലൊരു ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എവിടെ? ആക്ച്വൽ എമറാൾഡ് ടാക്സ് പോർട്ടലിനകത്ത് ഇതേ ഡാഷ്ബോർഡ് ആണ് കാണാൻ വേണ്ടി പറ്റുക. വേറൊരു മാറ്റവും ഇല്ല, ഡിക്ടോ. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? വാറ്റിന് വേണ്ടി നമുക്ക് ടാക്സബിൾ പേഴ്സൺ ക്രിയേറ്റ് ചെയ്യണം. അതായത് കമ്പനി അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ആയിട്ട് അല്ലെങ്കിൽ ഒരു വാറ്റ് കൺസൾട്ടന്റ് ആയിട്ട് വന്നു എന്ന് കരുതാം. അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് FTAയുടെ പോർട്ടലിനകത്ത് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് നാസറിന്റെ കിട്ടിയിരിക്കുന്ന ഒരു ക്ലയന്റ്, ഇപ്പൊ പറയാം ABC LLC എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് കിട്ടി. അവരെന്നെ വിളിച്ചു പറയണം, നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ വാറ്റ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഒരു 1500 ദിർഹംസ് തന്നാൽ മതി, ഞാൻ സബ്മിറ്റ് ചെയ്യാം, നിങ്ങൾ പറയുന്ന ഡോക്യുമെന്റ്സ് തരേണ്ടി വരും. അങ്ങനെ പറയുന്നപ്പോ ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ടാക്സബിൾ പേഴ്സണെ ക്രിയേറ്റ് ചെയ്യണം. എവിടെ ക്രിയേറ്റ് ചെയ്യുക അറിയോ? ഇവിടെ ക്രിയേറ്റ് ന്യൂ ടാക്സബിൾ പേഴ്സൺ എന്ന ഓപ്ഷൻ അത് പോയി ക്ലിക്ക് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇത് എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ കമ്പനിയുടെ പേര് എന്ത് ചെയ്യുക? ABC എന്ന് കൊടുത്തു, ABC LLC. അറബിക് നെയിം നമ്മൾ ആക്ച്വൽ എമറാൾഡ് ടാക്സ് പോർട്ടലിനകത്ത് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറബിക്ക് തന്നെ ടൈപ്പ് ചെയ്യണം. എങ്ങനെ ടൈപ്പ് വെച്ചാൽ വളരെ എളുപ്പമാണ്, ഗൂഗിളിൽ പോയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇംഗ്ലീഷ് ടു അറബിക് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാകും. ആ ട്രാൻസ്ലേറ്റ് പോയിട്ട് ABC LLC ടൈപ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ അറബിക് നെയിം വരും. ബട്ട് ദിസ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഈ ഒരു പോർട്ടൽ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? നമ്മൾ ABC LLC എന്ന് പറഞ്ഞ് മാത്രം ഇംഗ്ലീഷ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അറബിക്ക് കൊടുക്കണമെങ്കിൽ അറബിക്കിലും ടൈപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളോട് FTAക്ക് കമ്മ്യൂണിക്കേറ്റിന്റെ ലാംഗ്വേജ് അവർ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് പ്രിഫേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെറ്റ് ചെയ്യാം. പ്രിഫേർഡ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് FTA കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഓഡിറ്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മളെ വിളിച്ചറിയിക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇമെയിൽ വേണോ, മെസ്സേജ് വേണോ, അല്ലെങ്കിൽ ബോത്ത് ഇമെയിൽ ആൻഡ് SMS കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ലോഗോ കൊടുക്കുകയാണെങ്കിൽ ലോഗോ കൊടുത്തിട്ട് ജസ്റ്റ് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു ടാക്സബിൾ പേഴ്സൺ എന്ത് ചെയ്യും? അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇപ്പൊ ABC LLC എന്ന് പറയുന്ന ഒരു ടാക്സബിൾ പേഴ്സൺ എന്ത് ചെയ്തു? അവിടെ ക്രിയേറ്റ് ആയി. ഇനി അറിയേണ്ടത് ഈ പറയുന്ന ABC LLCനകത്തേക്ക് കടന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുറെ ഡാഷ്ബോർഡ് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ? വാറ്റ് ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ വാറ്റ്, എക്സൈസ്, കോർപ്പറേറ്റ് ടാക്സ്, മൈ പേയ്മെന്റ്സ്, മൈ കറസ്പോണ്ടൻസ്, യൂസർ ഓതറൈസേഷൻ, അതർ സർവീസ്. ഇതിനകത്ത് തന്നെ ആണ് ഏത് വരിക? കോർപ്പറേറ്റ് ടാക്സ്. ഞാൻ പറഞ്ഞു, ഒരു ടാക്സിന് വേണ്ടി ഒരു അതോറിറ്റി ആണുള്ളത്. ആ അതോറിറ്റിനെ വിളിക്കുന്ന പേരാണ് ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് പറയുന്നത്. അവരാണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്? വാറ്റ് കൺട്രോൾ ചെയ്യുന്നവരാണ്, കോർപ്പറേറ്റ് ടാക്സ് കൺട്രോൾ ചെയ്യുന്നവരാണ്, നമ്മുടെ എക്സൈസ് കൺട്രോൾ ചെയ്യുന്നവരാണ്, വാറ്റ് നമ്മുടെ കസ്റ്റംസ് കൺട്രോൾ ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിനൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പോർട്ടൽ വഴി തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ABC LLC എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ വാറ്റില് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ABC LLC എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് FTAയുടെ പോർട്ടൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. ആരോ 3 ചാറ്റിൽ വന്നിട്ടുണ്ട്, നോക്കാം. ഓക്കെ, വിട്ടെ. അപ്പോൾ ഇതിനകത്ത് എടുക്കാൻ വേണ്ടി പോവാണ്. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ വാല്യൂ ആഡ് ടാക്സ് എന്ന് കാണും. അതിന്റെ എഡ്ജിൽ വന്നിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. FTAയുടെ പോർട്ടലും ഡിക്ടോ തന്നെയാണ്, രജിസ്റ്റർ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ലിസ്റ്റ്, അത് ഫസ്റ്റ് ഡാഷ്ബോർഡ് എന്ത് ചെയ്യും? അവരിവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ലൈസൻസിന്റെ കോപ്പി, പാസ്പോർട്ടിന്റെ കോപ്പി, എമറൈസ് ID കോപ്പി, അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസ്, ബാങ്കിന്റെ കൺഫർമേഷൻ ലെറ്റർ, കാര്യങ്ങളൊക്കെ കുറെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് 100% നമുക്കൊന്നും ആവശ്യമില്ല. അതിൽ എന്തൊക്കെയാണ് എക്സാക്ട് ആയിട്ട് വേണ്ടത് എന്നത് നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ഓരോ സ്റ്റെപ്പിലൂടെ നോക്കാൻ വേണ്ടി പോവാം. ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം? നിങ്ങൾ ഇവിടെ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഐ കൺഫേം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ പ്രോസസ് എന്ത് ചെയ്യും? സ്റ്റാർട്ട് ആവുകയാണ്. ഇവിടെ എൻറ്റിറ്റി ഡീറ്റെയിൽസ് 1 തൊട്ട് 9 വരെ, അതായത് ഇവിടെ കാണുന്നുണ്ടോ? എൻറ്റിറ്റി ഡീറ്റെയിൽസ് തൊട്ട് ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എലിജിബിലിറ്റി ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽ, ബിസിനസ് റിലേഷൻഷിപ്പ്, ബാങ്ക് ഡീറ്റെയിൽ, അഡീഷണൽ ഡീറ്റെയിൽ, ഓതറൈസേഷൻ, അതിന് റിവ്യൂ ഡിക്ലറേഷൻ. ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ എവിടേക്ക് പോകും? ഫെഡറൽ ടാക്സ് അതോറിറ്റി, ഇവിടുത്തെ ടാക്സ് അതോറിറ്റിയിലേക്ക് പോകും. അവര് ഓരോ ഏരിയയിലും, ഇപ്പോൾ എൻറ്റിറ്റി ഡീറ്റെയിൽസിനകത്ത് നമ്മൾ പോയിട്ട് കൊടുക്കുന്ന എന്താണ്? ഏത് പേഴ്സൺ ആണ്. അതായത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻകോർപ്പറേറ്റഡ് പ്രൈവറ്റ് കമ്പനി, UAE പ്രൈവറ്റ് കമ്പനി വന്നു കൊടുക്കണു. ആ കമ്പനി കൊടുത്തു കഴിയുമ്പോൾ അവിടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഡേറ്റ് എന്താണ്, ഏത് ഡേറ്റിലാണ് അവർ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഉണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടാകും. ടാക്സ് ഗ്രൂപ്പ് ആക്കുന്നുണ്ടോ? അത് യെസ് ഓർ നോ കൊടുക്കാം. അപ്പൊ താൽക്കാലികപരമായിട്ട് ഞാൻ എന്ത് ചെയ്യാം? നോ എന്ന് കൊടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ഫീൽഡിലേക്ക് പോവാം.
ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എന്തൊക്കെ കമ്പനിയിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ട്രേഡ് ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതോറിറ്റിയുടെ പേര് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതോറിറ്റിയുടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതോറിറ്റിയുടെ ഇഷ്യൂ ചെയ്തിരിക്കുമ്പോൾ ഒരു ലൈസൻസ് ഉണ്ടാകും, ആ ലൈസൻസ് നമ്പർ കൊടുക്കുക. ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ്, ലൈസൻസ് ഏത് ഡേറ്റിലാണ് എക്സ്പയർ ആവുന്നത്, കമ്പനിയുടെ പേരെന്താണ്, കമ്പനിയുടെ ലീഗൽ നെയിം എന്താണ്, കമ്പനിയുടെ ലീഗൽ നെയിം അറബിക്കിൽ എന്താണ്, അത് ട്രേഡ് നെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ലീഗൽ നെയിം ട്രേഡ് നെയിം ഡിഫറെന്റ് ആകാം, അങ്ങനെ ട്രേഡ് നെയിം വല്ലതുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് നെയിം കൊടുക്കാം, അതും ഇംഗ്ലീഷിലും അറബിക്കിലും കൊടുക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് ലൈസൻസിന്റെ കോപ്പി എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ട്രേഡ് ലൈസൻസിന്റെ കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റി എന്താണ് നോക്കിക്കോ, ഓരോ ഇൻഡസ്ട്രി എന്താണ് ഇതിനകത്ത് ലിസ്റ്റ്, നമ്മുടെ ട്രേഡിങ്, ജനറൽ ട്രേഡ് കാര്യങ്ങൾ, ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആകും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആകുന്ന ഇൻഡസ്ട്രി, ഞാൻ ജസ്റ്റ് ആനൽ ടൈപ്പ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രി കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാം. ഇത് നിങ്ങളുടെ പ്രൈമറി ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി ആക്ടിവിറ്റി കൊടുക്കാം. ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ടിവിറ്റി എന്താണോ അതിനനുസരിച്ച് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. മോനെ ആ സൗണ്ട് ഒന്ന് കുറക്കാൻ പറ്റുമോ? 4:30 പോവാൻ കുഴപ്പമില്ല, സൗണ്ട് ഒന്ന് ഓഫ് ആക്കുമോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയണ ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ആഡ് ഓണേഴ്സ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓണേഴ്സ് എങ്ങനെയാണ്, നാച്ചുറൽ പേഴ്സൺ ആണോ, ലീഗൽ പേഴ്സൺ ആണോ, വ്യക്തികൾ നടത്തുന്നതാണോ, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയാണോ ഈ പറയുന്ന കമ്പനി ഹോൾഡ് ചെയ്യുന്നത്. നാച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ അവരുടെ പേര്, ഏത് ഡേറ്റ് തൊട്ടാണ് ഓണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ ഷെയർ ഹോൾഡിംഗ് പെർസെന്റേജ് എത്രയാണ്, അവരുടെ പേര് അറബിക്കിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് ആഡ് ചെയ്തതിനു ശേഷം നേരത്തെ ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മളോട് ബ്രാഞ്ച് ഡീറ്റെയിൽസ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്, ഒരാൾ ചോദിച്ചിട്ടുണ്ടായി. ഇവിടെ നമ്മുടെ കമ്പനിക്ക് സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ആ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ബ്രാഞ്ചിന് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരാണ്, ലൈസൻസ് നമ്പർ എന്താണ്, ഏത് ഡേറ്റിലാണ് എക്സ്പയറി വന്നിരിക്കുന്നത്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, ഏത് ഡേറ്റ് എക്സ്പയർ ആകുന്നു, ബ്രാഞ്ചിന് എന്തെങ്കിലും ട്രേഡ് നെയിം ഉണ്ടോ, ആ ട്രേഡ് നെയിം കാര്യങ്ങൾ കൊടുക്കുക. ഇനി ഈ പറയുന്ന കമ്പനി സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണോ, യെസ് ഓർ നോ കൊടുക്കുക. കമ്പനിക്ക് പ്രോപ്പർട്ടി, സ്വന്തമായിട്ട് കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്തിനകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, ഈ പറയണ നമ്മുടെ എൻറ്റിറ്റി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫീൽഡിനകത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യത്തെ ഏരിയയിൽ നമ്മൾ എന്താ കൊടുത്തത്, കമ്പനി എന്താണ്, കമ്പനി ഏത് ടൈപ്പ് ഓഫ് കമ്പനി ആണെന്ന് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ UAE പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കണം. ടാക്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയാണോ അത് ചൂസ് ചെയ്യുന്നു. രണ്ടാമത്തത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇതിനകത്ത് ബേസ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത് കമ്പനിയുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആരാണ്, ഏത് ഡേറ്റിലാണ് അതിന്റെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്, ലൈസൻസ് എക്സ്പയർ ആവുന്ന ഡേറ്റ്, നോർമലി 1 ഇയറിലേക്കാണ് ഇവിടെ ലൈസൻസ് കൊടുക്കുക. ആ ലൈസൻസ് എക്സ്പയർഡ് ആവുന്ന ഡേറ്റ്, ആ ലൈസൻസിന്റെ നമ്പർ എന്താണ്, കമ്പനിയുടെ പേര് ആസ് പെർ ലൈസൻസ് പ്രകാരം എന്താണ്, അത് അറബിക്കിൽ എന്താണ്, പിന്നെന്താണ് കമ്പനിയുടെ ട്രേഡ് നെയിം ഉണ്ടെങ്കിൽ ട്രേഡ് നെയിം, ലൈസൻസിന്റെ കോപ്പി എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ബിസിനസ് ആക്ടിവിറ്റി എന്താണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കമ്പനിയുടെ ട്രേഡ് ലൈസൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏതൊക്കെ ആക്ടിവിറ്റിയാണ് അവർ പറയുന്നുണ്ടാകും, അതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ടാകും. അതിന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ത് ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഓണേഴ്സ് ലിസ്റ്റിനകത്ത് എന്താണ്, ഓണേഴ്സിന്റെ ആരാണ് ഓണർ, മറ്റ് 2 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 100% ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഓണേഴ്സിന്റെ ഡീറ്റെയിൽസ് അവിടെ MISID, പാസ്പോർട്ട് കോപ്പി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, എൻഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ ഓണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എപ്പാണ്, എത്ര ശതമാനം ഹോൾഡിംഗ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രാഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് ഇവിടെ യെസ് കൊടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് യെസ് ഓർ നോ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ദെൻ പ്രോപ്പർട്ടി എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അടുത്ത ഏരിയയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഫുള്ളി ഫിൽഡപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഐഡന്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് അത് എന്താ പറഞ്ഞത്, കമ്പനിയുടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ ലീഗൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് മൂന്നാമത്തെ കാര്യങ്ങളാണ് വളരെ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്, ഡിഫിക്കൽട്ട് അല്ല, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പോയിട്ട് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയുള്ള ടേൺ ഓവറിന്റെ ഡിക്ലറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എന്താ വരിക, നമ്മുടെ എലിജിബിലിറ്റി ഇവിടെ അസസ് ചെയ്യുക. നമ്മൾ മാൻഡേറ്ററി രജിസ്ട്രേഷൻ പ്രകാരമാണോ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വോളണ്ടറി പ്രകാരമാണോ എന്നുള്ളത് നോക്കുക. നമ്മൾ കമ്പനിയുടെ ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഈ ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്തു വരും. കഴിഞ്ഞ 12 മാസത്തേക്കുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് വരും. അങ്ങനെ ആ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഓരോ മന്തിൽ പ്രകാരം, ഞാൻ പറഞ്ഞില്ലേ മാൻഡേറ്ററി ആണെങ്കിൽ കഴിഞ്ഞ 12 മാസത്തെ ടാക്സബിൾ സപ്ലൈ ചെയ്ത് 3,75,000 വരാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താ ചെയ്യേണ്ടത്,
മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ആ നല്ല പാട്ടോ, ഒന്ന് ഓഫാക്കാൻ പറ്റുമോ? ഓക്കെ, റൈറ്റ്. അപ്പോ അങ്ങനെ പാട്ടൊക്കെ വെക്കണ്ട, ക്ലാസ് തന്നെ എടുക്കാട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ ടേൺ ഓവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ 12 മാസത്തെ ടേൺ ഓവർ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഫീൽഡിനകത്ത് കൊടുക്കും. നെക്സ്റ്റ് 30 ഡേയ്സിൽ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എക്സ്പെൻസും സെയിൽസ് എൻ്റർ ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ 12 മാസത്തെ എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ ഓരോ മന്ത് വൈസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ്, ടേൺ ഓവറിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മൾ അറിയേണ്ടത് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, upload a scan copy of the document through PDF or upload the template with the signature and the seal of the authorized signature. അതായത് ഈ പറയണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാണാൻ വേണ്ടി പറ്റും, യു മേ യൂസ് ഡിക്ലറേഷൻ ലെറ്റർ ഇൻ ദ ഫോളോവിങ് ലിങ്ക്. അതായത് ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വേർഡ് ഡോക്യുമെന്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ഇതിന്റെ തന്നെ ഡിക്റ്റോ ആണ് ഓരോ മന്തിലും ഓരോ ഇയറിലും നമുക്ക് എത്ര സെയിൽ വന്നിട്ടുള്ള ടാക്സബിൾ സെയിൽസ് വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആ ടേൺ ഓവർ ഡിക്ലറേഷൻ ലെറ്റർ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കമ്പനിയുടെ ലെറ്റർ ഹെഡിനകത്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് കമ്പനിയുടെ ഓതറൈസ്ഡ് പേഴ്സൺസ് എന്ത് ചെയ്യണം, സീല് സൈന് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതും എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ദെൻ കമ്പനിയുടെ പർച്ചേസ് ഓർഡറിന്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ എന്തെങ്കിലും 30 ഡേയ്സിനിടയ്ക്ക് ഇത്ര സെയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള PO കാര്യങ്ങൾ അല്ലെങ്കിൽ പർച്ചേസിന് അഗെയിൻസ്റ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇവിടെ കൊടുക്കാം. നമ്മുടെ എക്സ്പെൻസിന്റെ ഇൻവോയ്സ്, നമ്മൾ ഓൾറെഡി ഇൻക്വയറി ചെയ്തിരിക്കുന്ന സാമ്പിൾ എക്സ്പെൻസിന്റെ ഒരു 3, 4, 5 ഇൻവോയ്സ് എന്ത് ചെയ്യുക, ഒരുമിച്ച് സ്കാൻ ചെയ്ത് 5 MB കുറയുന്ന രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഇൻവോയ്സിന്റെ കോപ്പി എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മേക്ക് ഷുവർ മക്കളെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഏത് ഇൻവോയ്സ് ആണ് നമ്മൾ ടാക്സ് രജിസ്ട്രേഷൻ മുമ്പ് ഇഷ്യൂ ചെയ്യേണ്ടത്? ടാക്സ് ഇൻവോയ്സ് ആണോ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ആണോ? ടാക്സ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് അപ്ലോഡ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പാടില്ല, ടാക്സ് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ FTA എന്ത് ചെയ്യും, നമ്മുടെ ക്വരി ചോദിക്കും, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ കണ്ട് നിങ്ങൾ എന്തിനാണ് ടാക്സ് ഗവൺമെന്റ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കളക്ട് ആക്കിയിട്ടുള്ളത്. അപ്പോൾ മേക്ക് ഷുവർ എന്ത് ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യണം, കൊമേഴ്ഷ്യൽ ഇൻവോയ്സിന്റെ കാര്യങ്ങൾ തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഒരു ഡീറ്റെയിൽസ് കൂടി ചോദിക്കുന്നുണ്ട്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ VD വോളണ്ടറി ആണെന്നുണ്ടെങ്കിൽ, വോളണ്ടറി രജിസ്ട്രേഷൻ പ്രകാരം ആണെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റിലാണ് നിങ്ങൾ ത്രെഷോൾഡ് എക്സ്പെക്ട് ആയിട്ടുള്ളത്. ഇനി അതെന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ റീസൺ ഉണ്ടെങ്കിൽ ആ റീസൺ കൊടുക്കാം. നിങ്ങൾ ഏത് ഡേറ്റ് തൊട്ടാണ് രജിസ്ട്രേഷൻ വേണ്ടത് ആ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറ്റും. Then പിന്നീട് ഒരു ചോദ്യം, ഡു യു എക്സ്പെക്ട് ദ വാറ്റ് ഓൺ യുവർ എക്സ്പെൻസ് റെഗുലർലി എക്സീഡ് ദ വാറ്റ് ഓൺ യുവർ ടാക്സബിൾ സപ്ലൈ? നേരത്തെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായി, നിങ്ങൾക്ക് ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, സെയിൽസ് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യണം, FTA ആ ഇൻപുട്ട് എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് തരണം. 311 എന്നുള്ള റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് റീഫണ്ട് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ FTA നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യും. അങ്ങനെ ഓൾവേസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ആണോ, അതായത് ഓൾവേസ് റീഫണ്ടബിൾ പൊസിഷൻ വരുന്ന സിറ്റുവേഷൻ ആണോ എന്നുണ്ടെങ്കിൽ യെസ് നോ കൊടുക്കാം. ഇവിടെ യെസ് കൊടുത്തിട്ട് നാളെ റീഫണ്ട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണം, നാളെ റീഫണ്ട് വന്നാലും വന്നില്ലെങ്കിലും ഇഷ്യൂ കാര്യങ്ങളില്ല, യെസ് ഓർ നോ കൊടുക്കുക. എക്സംപ്റ്റഡ് സപ്ലൈസ് എന്തെങ്കിലും നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. എക്സംപ്റ്റഡ് സപ്ലൈസ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ? ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ എക്സംപ്റ്റഡ് സപ്ലൈക്ക്? എക്സംപ്റ്റഡ് സപ്ലൈ ഗവൺമെന്റ് സർവീസ് എക്സംപ്റ്റഡ് അല്ലേ? ഗവൺമെന്റ് സർവീസ് എക്സംപ്റ്റഡ് ആണ്. പിന്നീട് എന്തുണ്ടാവും, ഹെൽത്ത് കെയർ ഒക്കെ എക്സംപ്റ്റഡ് അല്ലേ? ഹെൽത്ത് കെയർ എക്സംപ്റ്റഡ് സപ്ലൈസിനകത്ത് വരുന്നുണ്ട്. സർട്ടൻ ഫൈനാൻഷ്യൽ സർവീസസ് വരുന്നുണ്ട്. ഈ ഫുഡ് ആൻഡ് ബിവറേജസ്, ഫുഡ് ആൻഡ് ബിവറേജസ് ഫുള്ളി എക്സംപ്റ്റഡ് അല്ല, ടാക്സ് വരുന്നുണ്ട്. നമ്മൾ ലുലുന്നൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വാറ്റ് പേ ചെയ്യുന്നില്ലേ? മെയിൻ ആയിട്ട് വരുന്നത് സപ്ലൈ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആഫ്റ്റർ 3 years ഓഫ് കംപ്ലീഷൻ, സെക്കൻഡ് ട്രാൻസ്ഫർ 3 വർഷം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് അത് എക്സംപ്റ്റഡ് സപ്ലൈസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പ്രഷ്യസ് മെറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, പ്രഷ്യസ് മെറ്റൽസ്, അത് ടാക്സേഷൻ പർവിയിൽ വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഇതുവരെ. പക്ഷെ ഇപ്പൊ അതിനകത്തൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കണം, എന്താ വെച്ചാൽ പ്രഷ്യസ് മെറ്റൽസ്, അതായത് നമ്മുടെ 24 ക്യാരറ്റ് ഗോൾഡ് ഇല്ലേ, 22 അല്ല 24 ക്യാരറ്റ് പ്യൂർ ഗോൾഡ്, ആ ഗോൾഡിനകത്ത്
അല്ലെങ്കിൽ അതുപോലത്തെ മെറ്റലിനകത്ത് ഇൻവെസ്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം വരും. അല്ലാന്നുണ്ടെങ്കിൽ എക്സംഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സംപ്റ്റഡ് സപ്ലൈസ് ഒക്കെ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് യെസ് ഓർ നോ കൊടുക്കുക. നിങ്ങൾ വാറ്റിന് എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ടോ, അതായത് നിങ്ങൾക്ക് എക്സ്പോർട്ടോ സെയിൽസ് മാത്രമേ ഉള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പിന്നീട് അതിനുശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഐറ്റം സപ്ലൈസ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിൻ 30 days എന്ത് ചെയ്യണം, അതിനകത്ത് നിന്ന് FTA അറിയിച്ചുകൊണ്ട് ഈ എക്സെപ്ഷൻ ഒഴിവാക്കി നോർമൽ ടാക്സ് ഇതിനകത്ത് വരാണ്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എക്സെപ്ഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യെസ് ഓർ നോ കൊടുക്കുക. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതായത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരേണ്ട ആവശ്യം FTA ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എലിജിബിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എലിജിബിലിറ്റി കണ്ടീഷൻസ് പഠിക്കണം. ആർക്കൊക്കെയാണ് മാൻഡേറ്ററി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അതിന്റെ 3,75,000 ആണ് എന്നുണ്ടെങ്കിൽ എന്താ ഞാൻ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്, ഏത് കാറ്റഗറി പ്രകാരം, മാൻഡേറ്ററി ആണോ വോളണ്ടറി ആണോ? 3,75,000 ആണ് എന്റെ ടാക്സബിൾ സപ്ലൈ എന്നുണ്ടെങ്കിൽ ഞാൻ മാൻഡേറ്ററി ആണോ വോളണ്ടറി ആണോ? മാൻഡേറ്ററി ആണോ വോളണ്ടറി ആണോ? മാൻഡേറ്ററി അല്ല. എക്സീഡിങ് 3,75,000 എക്സീഡ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. 3,75,000 ഡിക്റ്റോ 3,75,000 ആണ്, വോളണ്ടറി ആണ് വരിക. എക്സീഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ടു എക്സീഡ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, മാൻഡേറ്ററിനകത്ത് വരത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് മനസ്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും. അപ്പൊ എലിജിബിലിറ്റി ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കാം. ഒന്നുകിൽ ഇവിടെ സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് ബിൽഡിംഗ് ആണ്, ഏത് അഡ്രസ് ആണ്, ഏത് ഏരിയയിലാണ്, മൊബൈൽ നമ്പർ, നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ PO ബോക്സ് നമ്പർ ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് അടിക്കാം. അതിനുശേഷം ബിസിനസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഏരിയനകത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. ബിസിനസ് റിലേഷൻഷിപ്പിനകത്ത് നമ്മുടെ കമ്പനിയിലെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് മാനേജേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അവരെ ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുക, ഇവര് എന്തെങ്കിലും ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫർദർ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആയിരിക്കും വിളിക്കുക. അപ്പൊ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരുടെ പാസ്പോർട്ട്, അവരുടെ നാഷണാലിറ്റി, അവരുടെ പാസ്പോർട്ട്, അവരുടെ എമിറേറ്റ്സ് ID ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതും എന്ത് ചെയ്യാം, ബിസിനസ് റിലേഷൻഷിപ്പിനകത്ത് വേണ്ട. അതായത് നിങ്ങളൊരു കസ്റ്റമറായി, നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ വേണ്ടി ഒരാൾ നിങ്ങളുടെ മേൽ മുമ്പിരിക്കുകയാണെങ്കിൽ അവരുടെ ബിസിനസ് റിലേഷൻഷിപ്പിനകത്ത് കൊടുക്കേണ്ട ആൾക്കാരുടെ എമിറേറ്റ്സ് ID, പാസ്പോർട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കണം. അടുത്ത ഫീൽഡ് എന്ന് പറയുന്നത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇത് ഓപ്ഷണൽ ആണ്, ഇവിടെ കാണാൻ പറ്റും. ബാങ്ക് ഡീറ്റെയിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വാറ്റ് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഇഫ് ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ ഏത് ബാങ്കിലാണ് നിങ്ങൾ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്, ഏത് കൺട്രി ആണ്, ബാങ്ക് ഏതാണ്, ഏത് ബ്രാഞ്ച്, അക്കൗണ്ട് ഹോൾഡേഴ്സ് നെയിം, അക്കൗണ്ട് നെയിം എന്താണെന്നുള്ളത് വേണം. മാത്രമല്ല ബാങ്ക് ഒരു IBAN കൺഫർമേഷൻ ലെറ്റർ എന്ന് പറഞ്ഞൊരു ലെറ്റർ ഉണ്ട്, ഓർത്ത് വെച്ചോ. IBAN കൺഫർമേഷൻ ലെറ്റർ, ഇന്റർനാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എന്നാണ് IBAN എന്ന് പറയുക. ആ IBAN കൺഫർമേഷൻ ലെറ്റർ എന്ത് ചെയ്യും, അവര് അതിനകത്ത് അഡ്രസ് ചെയ്യണം. ടു ഫെഡറൽ ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ അഡ്രസ് ചെയ്ത് തരും. നമ്മൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്രസ് ചെയ്യും. 125 dirhams ഉള്ളൂ. അത് ആ ഒരു ലെറ്റർ കൂടി എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, റീഫണ്ട്, നേരത്തെ ആ കൊച്ചു ചോദിച്ച പോലെ റീഫണ്ട് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കാര്യങ്ങളൊന്നും പ്രോസസ് ചെയ്യില്ല. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിനകത്തൊക്കെ ആയിരിക്കും അവരെന്ത് ചെയ്യുക, അവര് നമ്മുടെ റീഫണ്ട് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകുക. അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു ഫീൽഡ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഗുഡ്സ് കസ്റ്റം രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ഇവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഓതറൈസ് സിഗ്നേച്ചറി എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ കമ്പനിയുടെ ഫൈനൽ ഓതറൈസ് സിഗ്നേച്ചറി ആരാണോ, ഓണർ ആരാണോ, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റിവ്യൂ ആൻഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയണ എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ലിസ്റ്റ് ബൈ ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. FTAയുടെ പോർട്ടലും കാണാൻ വേണ്ടി പറ്റും. ഡിക്റ്റോ തന്നെയാണ് ഇവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫീൽഡിലും പോയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ കൺഫേംഡ് ആണ്, എഗ്രീഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് I declare കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ എവിടേക്ക് പോകും, നമ്മുടെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയിലേക്ക് സബ്മിറ്റ് ആകും. ഈ പറയുന്ന 9 ഫീൽഡ് നമ്മൾ ഫില്ലപ്പ് ചെയ്തിട്ട് FTAയിലേക്ക് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകും. FTA എന്ത് ചെയ്തു തുടങ്ങും, അവർ ഈ പറയുന്ന കാര്യങ്ങൾ റിവ്യൂ ചെയ്ത് തുടങ്ങും. ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് തുടങ്ങും. റിവ്യൂ ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്, ഡോക്യുമെന്റ്സ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു
വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് എന്ത് ചെയ്യും 15 ഡിജിറ്റ് വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഒരു TRN നമ്പർ എന്ത് ചെയ്യും നമുക്ക് അലോട്ട് ചെയ്ത് തരും. മാത്രമല്ല അലോട്ട് ചെയ്യുന്ന കൂടെ ഒരു TRN സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അങ്ങനെ TRN ടാക്സ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ഡാഷ്ബോർഡിനകത്ത് നമ്മുടെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറും രജിസ്റ്റേർഡ് ആയിട്ട് മാറും. ഇപ്പൊ ഇവര് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് എന്താണ് ഇവിടെ നോട്ട് രജിസ്റ്റേർഡ് ഉണ്ട്. വാറ്റ് ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാറ്റസ് എന്തായിട്ട് മാറി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് വന്നു മാറി. അപ്പൊ ഇങ്ങനെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം? പിന്നീട് അങ്ങോട്ട് വാറ്റിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, വാറ്റ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തണം അല്ലെ. വാറ്റിന്റെ ഡോക്യുമെന്റ്സ്, വാറ്റിന്റെ ഓഡിറ്റ്, അങ്ങനെയുള്ള എല്ലാ കംപ്ലൈൻസും എന്ത് ചെയ്യണം? ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ അൺലെസ് രജിസ്ട്രേഷൻ കിട്ടുന്നത് വരെ കുഴപ്പമില്ല. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ആ ടൈമിൽ വരുന്ന സമയത്ത് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളായി. പിന്നീട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സുകളൊക്കെ എന്ത് ഇൻവോയ്സ് ആയിരിക്കണം? ടാക്സ് ഇൻവോയ്സ് ആയിരിക്കണം. അണ്ടിൽ അൺലെസ് ദർ ഈസ് എ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ്, അതായത് ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈസ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻവോയ്സിനെ നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. അപ്പോ ഇത് ക്ലിയർ ആയോ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വാറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ആയോ? ഒരു ഐഡിയ കിട്ടിയോ? മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? ആരോടാ സ്നേഹം? ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ ഹസ്ന? ആരുടെ സൗണ്ട് ആരുടെ കേൾക്കുന്നുണ്ട്? ഓക്കെ, റൈറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കാം നമുക്ക് ചാറ്റിനകത്ത് പോയിട്ട്. എഡ്യൂക്കേഷൻ, യെസ് ഗോപിക, ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഡിക്ടോവാസ് എമറ ടാക്സ് പോർട്ടലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതിനകത്ത്. ഞാനാണ് ഇതിന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. ട്രാൻസ്പോർട്ടേഷൻ, എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് മനസ്സിലായില്ല, ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. അബ്ദുൾ റമീസ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആക്കായിരുന്നു. ഫിറോസ് ട്രാൻസ്പോർട്ടേഷൻ, ഹെൽത്ത്, ഓക്കെ, നമ്മുടെ എക്സാമ്പിളിനകത്ത് വരുന്ന കാറ്റഗറി. ഓക്കെ സാർ, ട്രേഡ് ലൈസൻസ് എക്സ്പയർ ആയാൽ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണോ? ഓർ ഓരോ തവണയും? യെസ്, ഓരോ തവണയും അഫ്ല ചോദിച്ച ഡൗട്ട്, ഓരോ തവണയും ട്രേഡ് ലൈസൻസ് എക്സ്പയർഡ് ആകുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. റിന്യൂ ചെയ്തിരിക്കുന്ന ട്രേഡ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് പ്രീവിയസ് ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് പേഴ്സന്റെ ഫയൽ അല്ലെങ്കിൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 31 മാർച്ച് 2025 വരെ ഒരു ഫ്രീ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അതിനും എന്ത് ചെയ്യും? പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരും. ട്രേഡ് ലൈസൻസ് എക്സ്പയറി മാത്രമല്ല, ഓണർഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ബിസിനസിന്റെ പ്ലേസിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ടൈമിൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സാഗർ സിന്ധു പറഞ്ഞു വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? റൈറ്റ്. അപ്പോ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുന്നത്? സിന്ധുവിന് മാത്രം ബ്രേക്ക് ആവുന്നുണ്ടെന്ന് പറഞ്ഞു, അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. മനസ്സിലാവുന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത ഏരിയയിലേക്ക് പോവാം. നമ്മുടെ ടൈം എറൗണ്ട് 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വാറ്റ് റിട്ടേൺ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറ്റ് എന്ന് പറഞ്ഞ ഇത് കാണാൻ, ടാബ് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. വാറ്റ് ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞിട്ട് മൈ ഫയലിങ്സ്, ഇതാണ് നേരത്തെ ഒരു കൊച്ചു ഉണ്ടായില്ലേ നമ്മുടെ അൻവർ അയൽ യൂസഫ്, അതൊന്നു മ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അൻവർ? ഓക്കെ, അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ മൈ ഫയലിങ്സ്, ഇത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിന് 201 എന്ന് വിളിക്കും. വാറ്റ് റീഫണ്ട്, നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായി നമുക്ക് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ട് ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? റീഫണ്ട് വരും. റീഫണ്ടിനെ ആണെന്നുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാറ്റ് 311 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്, ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തൽക്കാലം ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതാണ് എമറ ടാക്സ് പോർട്ടലിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട വിൻഡോ ഇതേപോലെ ഉണ്ടാകുക. ഇതിനകത്ത് ഓരോ എമിറേറ്റ്സ് വൈസ്, അബുദാബി സൈൽ എത്ര, ദുബായിൽ എത്ര, ഷാർജ എത്ര, അജ്മാൻ, ഉമ്മൽ ഗോയിൻ, റാസൽ ഗെയിം ഓഫ് ജേറ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഇതിനകത്ത് ടാക്സബിൾ സപ്ലൈ. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ 1 lakh ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 5,000 വാറ്റ് ആണെങ്കിൽ 5,000 എന്ത് ചെയ്യാം? ഇവിടെ നടത്തി കൊടുക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കേസ്, അബുദാബി ലൈസൻസ് ഉള്ള കമ്പനികൾ അബുദാബി നടത്തുന്ന സെയിലാണ് നമ്മൾ എവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്? ഇവിടെ
അബുദാബി എന്ന് പറഞ്ഞ എമിറേറ്റിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. നേരെ മറിച്ച് അബുദാബി ഒരു ലൈസൻസ് ഉള്ള ഒരു കമ്പനി ഉണ്ടായി, പക്ഷേ സെയിൽ കൊടുത്തിരിക്കുന്ന കസ്റ്റമർ ലൊക്കേഷൻ ദുബായ് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എവിടെയാണോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്, ഏത് എമിറേറ്റിലാണോ നിങ്ങൾ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത്, ആ എമിറേറ്റ്സ് ലൈസൻസ് ഇഷ്യൂ ഉള്ളത് ആ എമിറേറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ട് FTA ആയിട്ട്. കഴിഞ്ഞ വീക്കിൽ, അതിന് തൊട്ട് മുമ്പുള്ള വീക്കിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അതായത് നമ്മൾ വാറ്റ് റിട്ടേൺ ഒരു തവണ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത് അതിനകത്ത് 10,000 വരെയുള്ള മിസ്റ്റേക്സ്, വാറ്റ് പേബിൾ എമൗണ്ടിൽ 10,000 വരെയുള്ള ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിലാണ് വോളണ്ടറി ഡിസ്ക്ലോഷർ അഥവാ VD സബ്മിറ്റ് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്. പക്ഷേ FTA കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ വളരെ നോട്ടിഫിക്കേഷൻ വഴി ഇഷ്യൂ ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കേസ് എന്ന് വെച്ചാൽ, ഈവൻ ദോ നിങ്ങൾ എമിറേറ്റിലുള്ളത് മാറിപ്പോയി, എക്സംപ്റ്റഡ് സപ്ലൈ നടത്തിയിരിക്കുന്നത് കൂടിപ്പോയി അല്ലെങ്കിൽ കുറവുപോയി വന്നു, ദുബായിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അബുദാബി ഡിസ്ക്ലോസ് ചെയ്യേണ്ട വന്നു, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾ ദുബായിൽ കാണിക്കേണ്ട സെയിൽ അബുദാബിയിൽ അറിയാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, വോളണ്ടറി ഡിസ്ക്ലോഷറിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കറക്ഷൻസ് കൊണ്ടുവരണം എന്നാണ് പുതിയ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് നോക്കണം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഏത് എമിറേറ്റിന്റെ ആണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാറിപ്പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പോൾ ഈ ഒരു കേസിലൊക്കെ ആണെങ്കിൽ എൻ്റെ ദുബായിൽ മാത്രമേ സപ്ലൈ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ 0 ആക്കി കൊടുക്കുക. ഇവിടെ ദുബായിൽ മാത്രം 1 lakh വന്നു, അതിൻ്റെ ടാക്സ് എമൗണ്ട് 5,000 വന്നു, ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, 0 ആക്കി കൊടുക്കുക. FTAയുടെ ഒറിജിനൽ പോർട്ടിനകത്തും ഫുള്ളി 0 ആക്കി കൊടുക്കണം. ഇനി RCM പ്രകാരം എന്തെങ്കിലും സപ്ലൈസ് കാര്യം എന്താ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നറിയോ? എന്താ RCM? ആർക്കെങ്കിലും അറിയോ RCM എന്താണെന്ന്? ഇമ്പോർട്ട് സർവീസ് അല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട് ചെയ്യേണ്ടത് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ സർവീസിന് എന്തെങ്കിലും RCM വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ ഫീഡ് ചെയ്ത് കൊടുക്കണം. 0 റേറ്റഡ് സപ്ലൈസ് എന്തൊക്കെയാ 0 റേറ്റഡ് സപ്ലൈസിനകത്ത് വരിക എന്നറിയോ? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്ട് ഓഫ് സർവീസ്, അതൊക്കെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിലാണ് കേട്ടോ. അപ്പൊ അതിന് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. 0 റേറ്റഡ് സപ്ലൈസ് ഉണ്ട്, ഒരു 50,000 എനിക്ക് 0 റേറ്റഡ് സപ്ലൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 50,000 വാല്യൂ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എക്സംപ്റ്റഡ് സപ്ലൈസ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻടു UAE, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ TRനും നമ്മുടെ കസ്റ്റംസും നമ്മൾ ലിങ്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഓരോ ക്വാർട്ടറിൽ വൈസ് നമ്മൾ റിട്ടേൺ എടുക്കുന്ന സമയത്ത് ഗുഡ്സ് ദുബായിലേക്ക് അല്ലെങ്കിൽ UAEയിലേക്ക് എത്ര ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാല്യൂവിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും, ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യും. അതിനെ റീകൺസൈൽ ചെയ്യണം. RCM റീകൺസിലേഷൻ എന്നാണ് വിളിക്കുക, റിവേഴ്സ് ചാർജ് മെക്കാനിസം റീകൺസിലേഷൻ. അത് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യേണ്ട ഫീൽഡ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇവിടെയാണ്. നോട്ട് നമ്പർ 10 സപ്ലൈ സബ്ജക്ട് ടു റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം എത്രയാണോ സപ്ലൈ അതിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ദെൻ അതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന റിട്ടേണിന്റെ ഡീറ്റെയിൽസ് പ്രകാരം നമ്മുടെ ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞ എത്രയാണ്, 1,50,000 ആണ്. അതിൽ 1 lakh എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് റേറ്റഡ് സെയിൽസ്, അതായത് 5% ടാക്സ് വരുന്ന സെയില് അബുദാബി എമിറേറ്റ്സിലുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിന് 5,000 dirhams വാറ്റ് പേ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 50,000 എന്ന് പറയുന്ന 0 റേറ്റഡ് സപ്ലൈസ് ആണ്. അങ്ങനെ 1,50,000-ന് 5,000 മാത്രം വാറ്റ് നമുക്ക് പേ ചെയ്യണ്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻപുട്ട് എനിക്ക് അതൊരു 50,000 രൂപയുടെ ഇൻപുട്ട് കിടപ്പുണ്ടെന്ന് കരുതുക. അതായത് 2,500 dirhamsന്റെ ഇൻപുട്ട് കിടപ്പുണ്ട്. ബാക്കി എത്ര എമൗണ്ട് മാത്രം ഞാൻ FTAയിൽ പേ ചെയ്താൽ മതി. ഔട്ട്പുട്ട് എത്രയുള്ളത്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ 5,000, ഇൻപുട്ട് എന്ന് പറഞ്ഞ എത്രയാ 2,500. ബാക്കി എത്ര പേ ചെയ്താൽ മതി FTAക്ക്? 2,500 ബാലൻസ് വരുന്ന 2,500 മാത്രം. ഇതിപ്പോ ഒരു 3,000 ആണെന്ന് കരുതുക. 2,500 വന്നിട്ട് ഡൗട്ട് ആവണ്ട. 3,000 ആണെന്നുണ്ടെങ്കിൽ ബാക്കി 2,000 രൂപ എവിടെ പേ ചെയ്യേണ്ടി വരും? 60,000 ആയി കൊടുക്കുക. ബാക്കി 2,000 രൂപ നമ്മൾ എവിടെ പേ ചെയ്യേണ്ട, FTAക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിനു ശേഷം പേ ചെയ്യേണ്ടി വരും. ഇത് നേരെ റിട്ടേൺസ് റിവേഴ്സ് കേസ് ആണ്. 3,000 ഔട്ട്പുട്ടും 5,000 ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, നമുക്ക് റീഫണ്ടിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ എന്താ നമ്മൾ ഇവിടെ ചെയ്തത്, ഓരോ എമിറേറ്റ് വൈസ് സെയിൽസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തു. 0 റേറ്റഡ് സപ്ലൈസ് എത്രയാണെന്നുള്ളത് കൊടുത്തു. എക്സംപ്റ്റഡ് സപ്ലൈസ് എത്രയാണ്, ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻടു UAE എത്രയാണ്, അഡ്ജസ്റ്റ്മെന്റ്സ് എന്തെങ്കിൽ അത് ഇൻപുട്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് മാർജിൻ സ്കീം നോ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇത് റിവ്യൂലത്തേക്ക് പോകും. ഒരു തവണ കൂടി നമുക്കിത് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് ക്വാർട്ടറിന്റെ ആണ്, എത്ര ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാം.
ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ 1 lakh ടാക്സബിൾ സപ്ലൈസ്, 5,000 ഔട്ട്പുട്ട് വാറ്റ്, 50,000 എന്താണ് സീറോ റേറ്റഡ് സെയിൽസ് ഉണ്ട്, 3,000 രൂപ ഇൻപുട്ട് വാറ്റ് കിടപ്പുണ്ട്. അങ്ങനെ ബാക്കി 2,000 ഞാൻ FTA പേ ചെയ്യാനുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഐ ഡിക്ലെയർ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിന്റെ ഒരു അക്നോളജ് കോപ്പി നമുക്ക് എന്ത് വരും, നമുക്ക് ഡൗൺലോഡ്, നമ്മുടെ പർപ്പസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്വാർട്ടറിന്റെയും നമ്മൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം അറ്റ് ദ എൻഡിൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇതിന്റെ റിക്വയർമെന്റ് വരുന്നുണ്ട്. നേരെ മൈ ഫയലിങ്സിൽ പോയിട്ട് വ്യൂ ഓൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരിക്കണം. റിട്ടേണിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്നുകൂടി നോക്കാം. റിട്ടേണിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വ്യൂ ഓളിനകത്ത് കാണാൻ വേണ്ടി പറ്റേണ്ടതാണ്. നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ കാണില്ല, ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യുക, വാറ്റിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വാറ്റിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലി ഞാൻ പറഞ്ഞു എന്തൊക്കെ പ്രോഫിറ്റ് മാർജിൻ സ്കീം. അബ്ദുൽ നാസർ ചോദിച്ചു പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോഫിറ്റ്, ഡിഫറൻസ് ഇൻ പ്രോഫിറ്റിന് മാത്രം നമ്മൾ എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അത് ഒപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഒപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, പ്രോഫിറ്റ് മാർജിൻ സ്കീം ഒപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി, നെറ്റ് പ്രോഫിറ്റിന് മുകളിൽ, അതായത് ഞാനിപ്പോൾ ഒരു വാങ്ങിച്ചിരിക്കുന്ന ഒരു 50,000 രൂപയ്ക്കും ഞാൻ വിൽക്കുന്നത് 30,000 രൂപയ്ക്കും ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടാകുക, 20,000. അതിന്റെ കോസ്റ്റ് കഴിച്ചുള്ള ബാക്കിയുള്ള പ്രോഫിറ്റ് എമൗണ്ടിന് മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ ടാക്സ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. ഇതാ നമ്മുടെ സാലി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നമ്മുടെ സബ്മിറ്റഡ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വ്യൂ മൈ ഫയൽസ് ഓൾറെഡി ഫയൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തുണ്ട്, ഒരു 2,000 ദിർഹംസ് ഗവൺമെന്റിൽ പേ ചെയ്യാൻ വേണ്ടി കിടപ്പുണ്ട്. അത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് മൈ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് പോയി ക്ലിക്ക് ചെയ്യാം. മൈ പേയ്മെന്റിൽ പോവാം. അവിടെ മൈ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 2,000 ദിർഹംസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സെലക്ട് ആൻഡ് പേ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേ ഓളോ അല്ലെങ്കിൽ സെലക്ട് ആൻഡ് പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് വരും. 2,000 ദിർഹംസ് പേ ചെയ്യാനുണ്ട്. ഇനിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും എന്താണ് നിങ്ങൾ പേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, വാറ്റ് ആണ്. അതിനകത്തും പ്രൊസീഡ് ടു പേയ്മെന്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ജിബാൻ വഴിയും നിങ്ങൾക്ക് കാർഡ് പേയ്മെന്റ് വഴിയും നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റും. ഇനി ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാൻ പറഞ്ഞു 2,000 രൂപ നമുക്ക് പേ ചെയ്യാനുണ്ട്. 5,000 ആണ് എൻ്റെ 5,000 ദിർഹംസ് ആണ് എൻ്റെ ഔട്ട്പുട്ട് വാറ്റ്. എൻ്റെ ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നത് 3,000 ദിർഹംസ് ഇൻപുട്ട് വാറ്റ് ഉണ്ട്. ഇൻപുട്ട് വാറ്റ് ഉണ്ട്. എൻ്റെ നെറ്റ് പേബിൾ എന്ന് പറയുന്നത് 2,000 ദിർഹംസ് ആണ്. അപ്പൊ ഈ 2,000 ദിർഹംസ് പേ ചെയ്യുന്നത് നമ്മൾ ബാങ്ക് വഴിയാണ് നമ്മൾ പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബാങ്ക് വഴിയാണ് നമ്മൾ ടി ടി അല്ലെങ്കിൽ ടെലിഗ്രാഫി ട്രാൻസ്ഫർ വഴി അല്ലെങ്കിൽ പേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ചൂസ് ചെയ്യുക, ജിബാൻ ചൂസ് ചെയ്യുക. ജിബാൻ ചൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 6 ഡിജിറ്റ് നമ്പർ, ഇതിനകത്ത് ഇത് മാത്രമല്ല ഒരു 6 ഡിജിറ്റ് റെഫറൻസ് നമ്പർ എന്ത് ചെയ്യും, FTA ജനറേറ്റ് ചെയ്യും. ആ ഒരു റെഫറൻസ് നമ്പർ വെച്ചിട്ടായിരിക്കണം നമ്മൾ ബാങ്കിൽ കൊടുക്കുന്ന TTക്കകത്ത് എന്ത് ചെയ്യണത്, TTക്കകത്ത് ആ ഒരു 6 ഡിജിറ്റ് നമ്പറും കൂടി കൊടുക്കുക. 6 ഡിജിറ്റ് നമ്പറും നമ്മുടെ ജിബാൻ നമ്പറും കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാങ്ക് ആ ഒരു അക്കൗണ്ടിനകത്ത് FTA-ക്കകത്ത് നമുക്കുള്ള അക്കൗണ്ടിനകത്തേക്ക് ഫണ്ട് പ്രോസസ് ചെയ്യും. ഫണ്ട് അവിടെ സെറ്റിൽ ആകും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് വഴിയല്ല, നമ്മുടെ കാർഡ് വഴി, കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പേയ്മെന്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റും. അങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാല് തിരിച്ചു വരാം, ഹോമിലേക്ക് തിരിച്ചു വരാം, മൈ പേയ്മെന്റ്സ് പോകാം. ABCക്കകത്ത് മൈ പേയ്മെന്റ്സിനകത്ത് തന്നെ ഇത് ഓൾറെഡി സെറ്റിൽഡ് ചെയ്ത് 0 ആയതുകൊണ്ടാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. അഡ്വാൻസ് പേയ്മെന്റ് കാണിച്ചു തരാം. അതേഴ്സ് ക്ലിക്ക് ചെയ്ത് അഡ്വാൻസ് പേയ്മെന്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്യുക, വാറ്റ് സെലക്ട് ചെയ്യുക, പേയ്മെന്റ് ടുവേർഡ്സ് കൊടുക്കുക, ഒരു 1,000 ദിർഹംസ് കൊടുക്കുക. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ കണ്ടോ, കാർഡ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ടു പേ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആമസോണിൽ നൂറിനൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു OTP ജനറേറ്റ് ആകാൻ വേണ്ടി ഒരു ബാങ്കിന്റെ വിൻഡോയിലേക്ക് പോകാറില്ലേ,
അതേപോലുള്ള വിൻഡോനകത്തേക്ക് എന്ത് ചെയ്യും, നമ്മളെ നാവിഗേറ്റ് ചെയ്തു പോകും. അതിനകത്ത് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും വരുന്ന OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വാറ്റിന്റെ പേയ്മെന്റ് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി, ഒന്ന് ബാങ്ക് വഴി ചെയ്യാൻ വേണ്ടി പറ്റും, ബാങ്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഹൗസസ് വഴി ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിനോട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എല്ലാം ഓൾറെഡി അവിടെ ഫണ്ട് കിടപ്പുണ്ട്, കഴിഞ്ഞ ക്വാർട്ടറിന്റെ ക്യാരി ഫോർവേഡ് ആയിട്ട് ഒരു 5000 ദിർഹംസ് അവിടെ കിടപ്പുണ്ടെന്ന്, ഒരു 3000 ദിർഹംസ് അവിടെ കിടപ്പുണ്ടെന്ന് കരുതുക. ആ 3000-നകത്ത് നിന്ന് 1000 സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി 1000 ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് അൺലിമിറ്റഡ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് എടുത്തുകൊണ്ടാൻ വേണ്ടി പറ്റും. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. ആ ഫണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഫ്യൂച്ചർ വരുന്ന ടാക്സ് ലയബിലിറ്റിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ 3 പ്രോസസ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുകൂടി ഞാൻ റിവൈസ് ചെയ്ത് തരാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ് വാറ്റ്, അല്ലെങ്കിൽ UAE വാറ്റ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം വാറ്റ് രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. അതിനുശേഷം എങ്ങനെയാണ് വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുക, പിന്നീട് വന്നിട്ട് വാറ്റിന്റെ പേയ്മെന്റ് എങ്ങനെയാണ് നടത്തുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയത്. ആർക്കെങ്കിലും മനസ്സിലാവാത്തയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഒന്നുകൂടി പറയേണ്ടതുണ്ടോ, എന്തേലും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സർ, സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസ് ഓരോ എമിറേറ്റ്സിലെയും പറയുന്നുണ്ടല്ലോ. അതെ, അപ്പൊ അത് മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഞാനിപ്പം ദുബായിലാണ് കമ്പനി നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ദുബായിൽ ടോട്ടലായിട്ട് എൻ്റർ ചെയ്താൽ മതിയോ, അതോ അജ്മാനിലും അബുദാബിയിലൊക്കെ നമ്മൾ നടത്തിയ സപ്ലൈസ് സെപ്പറേറ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം എന്നാണോ പറഞ്ഞത്? മനസ്സിലായില്ല. എന്റെ ലൈസൻസ് എവിടെയുള്ളത്? ദുബായിലല്ലേ. നമ്മുടെ ലൈസൻസ് എവിടെയുള്ളത്? ദുബായ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സെയിൽസും എന്ത് ചെയ്യാം, ദുബായ് എന്ന് പറഞ്ഞ എമിറേറ്റിനകത്ത് കൊണ്ട് കാണിക്കാം. നേരെ മറിച്ചിട്ട് സെയിം കമ്പനിക്ക് ഒരു അജ്മാനിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് കരുതുക, സെയിം ലൈസൻസ് പക്ഷേ സെയിം കമ്പനിയാണ്, അജ്മാനിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ച് വഴി വേറെ സപ്ലൈ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയി കാണിക്കുക, അജ്മാൻ എന്ന് പറയുന്ന എമിറേറ്റിനകത്ത് എമൗണ്ട് കാണിക്കുക. ക്ലിയർ ആയോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായവരും മനസ്സിലാവാത്തവരും എന്ത് ചെയ്യാം, ഒന്നുകൂടി റെക്കോർഡിംഗ് അവൈലബിൾ ആണോ? യെസ്, റെക്കോർഡിംഗ് നമുക്ക് തരാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സർ, ഞാനിപ്പോ ജോയിൻ ആയിട്ടില്ല, എനിക്ക് എന്നെ ഒരു തവണ ക്ലാസ് കാണാൻ പറ്റുമോ? റെക്കോർഡ് സെഷൻസ് തരാം. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആർക്കൊക്കെയാണ് വേണ്ട വെച്ചാൽ മെയിൽ ID ഇട്ട് കഴിഞ്ഞാൽ റെക്കോർഡ് സെഷൻസ് മെയിലൂടെ അയച്ചു തരാം. അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒന്നുകൂടി ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എന്താ സംഭവിച്ചാൽ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഞാൻ പറഞ്ഞു 2011 സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനമാണ്. ഇപ്പോൾ UAEയിലേക്ക് അക്കൗണ്ടിങ് ജോബ് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വാല്യൂ ആഡഡ് ടാക്സേഷൻ, വാറ്റ്, GCC, ഒന്ന് GCC അക്കൗണ്ടിങ്, ഇവിടുത്തെ പ്രൊവിഷൻ, എൻഡോ സർവീസ് ബെനിഫിറ്റിന്റെ പ്രൊവിഷൻസ്, ഡിപ്രിസിയേഷൻ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, പ്രീപെയ്ഡ് എക്സ്പ്രസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഡാറ്റ എൻട്രി മുതൽ ഫൈനലൈസേഷൻ വരെയുള്ള ഒരു GCC അക്കൗണ്ടിങ് ഒരു 30-40 ഹവേഴ്സിന്റെ ക്ലാസ് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ഉണ്ട്. UAE വാറ്റിന്റെ തന്നെ ഒരു 20 ഹവേഴ്സിന്റെ സെഷൻ അവൈലബിൾ ആണ്. കോർപ്പറേറ്റ് ടാക്സിന്റെ സെഷൻസ് അവൈലബിൾ ഉണ്ട്. IFRSന്റെ നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായി, IFRS പ്രകാരം ബുക്സ് ക്ലോസ് ചെയ്യുന്നത്, IFRS 16-ഉം 15-ഉം IAS 16 ഒക്കെ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അത് വെച്ച് പ്രകാരമാണ് നമ്മൾ ബുക്സ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുന്നത്. അതിന്റെ കോഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ടാലി, സോഹോ, ക്യൂബ് ബുക്ക്, സെറോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, അഡ്വാൻസ്ഡ് എക്സൽ, കൂടാതെ ഇപ്പൊ നമ്മൾ ഈ കണ്ട എമറാൾഡ് ടാക്സ് പോർട്ടലില്ലേ, ഈ ഒരു പോർട്ടലും അതിൻ്റെ കൂടെ ഒരു 3 ഹവേഴ്സിന്റെ സെഷനും കൂടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കണം, എന്തൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണം, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പും കൂടി അറിഞ്ഞിരിക്കണം. ഒരു 3 ഹവേഴ്സിന്റെ സെഷൻ ഉണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർഡിനേറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ്, പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കോർഡിനേറ്റേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർ അതിൻ്റെ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് UAE വാറ്റ്, GCC അക്കൗണ്ടിങ്, UAE വാറ്റ്, കോർപ്പറേറ്റ് ടാക്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. ഇതിന്റെ എമറാൾഡ് ടാക്സ് പോർട്ടലിന്റെ ക്ലാസ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. IFRSന്റെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഷെഫീർ എന്ന് പറഞ്ഞ സാറാണ്. CP ആണ്, ACC ആണ്, USCMA ആണ്, UAEയിൽ വർക്ക് ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന സാറാണ്. ടാലി, സോഹോ, ക്യൂബിക്, സെറോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു CA ഫൈനൽ പഠിക്കുന്ന ഒരു മാം ഉണ്ട്, അഞ്ജിത എന്ന് പറഞ്ഞൊരു മാമാണ് അതിന്റെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, നോട്ട് ഫോഴ്സിങ് യു. അപ്പോൾ അടുത്ത കോർപ്പറേറ്റ് ടാക്സിന് ഫ്രീ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീ ഒരാളെ ചോദിച്ചിട്ടുണ്ട്, കോഴ്സ് ഫീ പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പുതിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കോമ്പിനേഷൻ ഓഫേഴ്സ് ആയിട്ട്. നോർമൽ അതിന്റെ ഫീസ് വരുന്നത് GCC അക്കൗണ്ടിങ്ങിന്റെ 4000 ആണ്, റുപ്പീസ് ആണ് കേട്ടോ. UAE വാറ്റ് 4000, കോർപ്പറേറ്റ് ടാക്സ് 4000, IFRS 4000, ടാലി, സോഹോ, ക്യൂബ് ബുക്സ് 3 കൂടി ചേർത്ത് 4000,
സെറോന്റെ വരുന്നത് 1500, അഡ്വാൻസ് ലെക്ചർ 2000, സിമുലേഷൻ പോർട്ടലിന്റെ വരുന്നത് 1500 രൂപയാണ്. ഈ 1500 രൂപനകത്ത് വരുന്ന സമയത്ത് 3 ഹവേഴ്സിന്റെ ഞാനിപ്പോൾ എടുത്ത പോലത്തെ അല്ലാത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ ഫ്ലെജ് അതിനുവേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്തു വന്ന് 3 മണിക്കൂറിന്റെ ക്ലാസ് പ്ലസ് ഈ ഒരു പോർട്ടൽ അല്ലേ, ഇതേപോലെ ഒരു പോർട്ടൽ ഇല്ലേ, അതിനകത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഈ ഒരു പോർട്ടലിനകത്ത് 4 മാസത്തേക്ക് അൺലിമിറ്റഡ് ആക്സസും കൂടി നിങ്ങൾക്ക് എനേബിൾ ചെയ്തു തരും. അപ്പൊ 4 മാസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരും. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1500 ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ അഗൈൻ പറയുന്നു, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. വാട്ട് പെനാൽറ്റി അപ്ലൈ ഫോർ ലേറ്റ് ഫയലിംഗ്? ലേറ്റ് ഫയലിംഗിന് വേണ്ടി വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ 1000, സെക്കൻഡ് ടൈം റിപ്പീറ്റേറ്റീവ് നേച്ചർ ആണെങ്കിൽ 2000 ആണ് വരുന്നത്. കോഴ്സ് ഫീസ് ഓൾറെഡി പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സാറിനെ കോണ്ടാക്ട്, ഞാൻ ആ ഗ്രൂപ്പിനകത്തുണ്ട്, ആ ഗ്രൂപ്പിനകത്ത് ഹായ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം, കുഴപ്പമില്ല. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ക്ലിയർ ചെയ്യാം. വേറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്തോട്ടെ. ക്ലാസ് യൂസ്ഫുൾ ആയിരുന്നോ? ആർക്കെങ്കിലും യൂസ്ഫുൾ അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു ഫീഡ്ബാക്ക് തരുമോ എനിക്കൊന്ന്, യൂസ്ഫുൾ ആയിരുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പനി അബുദാബിയിൽ നടത്തിയ അവിടെ ഒരു മെസ്സേജ് വന്നു, ക്യാൻ ഐ ഇഷ്യൂ ഇൻവോയ്സ് ഇൻ ഫോറിൻ കറൻസി? ഫോറിൻ കറൻസിയുടെ കേസിൽ പറഞ്ഞപ്പോൾ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഡോളറിലാണ് ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ എന്ന് കരുതുക. ഡോളറിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോളറിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ സെൻട്രൽ ബാങ്ക് ഓഫ് UAE എക്സ്ചേഞ്ച് റേറ്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ CBUE, അതായത് നമ്മുടെ അറബിയൊക്കെ പോലെ തന്നെ സെൻട്രൽ ബാങ്കിന്റെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ഇതിനകത്ത് പറയുന്നുണ്ട്, നോക്കിക്കോ. ഇത് കണ്ടോ, എക്സ്ചേഞ്ച് റേറ്റ് അഗെയിൻസ്റ്റ് UAE ദിർഹം ഫോർ വാറ്റ് റിലേറ്റഡ് ഒബ്ലിഗേഷൻ. അതായത് വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഡോളറിലാണ് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡോളർ FTAയിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ $100 ആണെങ്കിൽ 100 × 3.6725, അതായത് ആ പറയുന്ന ടാക്സ് ഇൻവോയ്സ് ചെയ്യുന്ന ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണോ ആസ് പെർ UAE സെൻട്രൽ ബാങ്കിലെ എക്സ്ചേഞ്ച് റേറ്റ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കണം FTAയിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ ഡോളറിൽ ഇഷ്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ AED വാറ്റ് എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ AED എന്ത് ചെയ്യണം, മണ്ടേറ്ററി ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഡോളറിൽ കാണിക്കാം, ഡോളറിലുള്ളതിന്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, AEDയിലും കൂടി എന്ത് ചെയ്യണം, നമുക്കൊന്ന് ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ പെനാൽറ്റി കാര്യങ്ങൾ വരും. യെസ്, ക്ലാസ് യൂസ്ഫുൾ ആണ്. ഗുഡ് ക്ലാസ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക. നമുക്ക് അടിപൊളിയാക്കിയിട്ട് വീണ്ടും അടുത്ത ക്ലാസ് ഉണ്ട് കോർപ്പറേറ്റ് ടാക്സിന്റെ. കാരണം എന്താ അറിയോ, നമ്മളൊന്നും അറിയാണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർ വരും വിസിറ്റിങ്ങിനൊക്കെ വന്നിട്ട് ജോലി കിട്ടുന്നില്ല ഒക്കെ പറയും. സംഭവം എന്താ അറിയോ, നമ്മൾ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാക്ടിക്കലായിട്ട് പഠിക്കണില്ല. ഞാനൊരു ജോലി കിട്ടി കഴിഞ്ഞാൽ പഠിച്ചത്, അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും പഠിക്കണില്ല. അപ്പൊ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച്, ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച്, ഫ്രഷറെ സംബന്ധിച്ച് നമുക്ക് ഈ മാർക്കറ്റിൽ ജോലി കിട്ടണം അല്ലെ, റെക്കമെൻഡേഷൻ ചെയ്യാനുള്ള ആൾക്കാരല്ലാതെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, നമ്മുടെ കയ്യിൽ സ്കില്ല് ഉണ്ടായിരിക്കണം. എങ്ങനെയാ സ്കില്ല് ഉണ്ടാക്കുക? സ്കില്ല് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. എസ്പെഷ്യലി ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട്. കാരണം കുറേ മാറ്റങ്ങളുണ്ട്. ടാക്സിന്റെയും വാറ്റിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ആണെങ്കിൽ അത് വന്നിരിക്കുന്ന അമെന്റ്മെന്റുകൾക്ക് ഒരു കയ്യും കണക്കും ഇല്ല. കുറേ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. IFRS നമ്മൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാ IFRSും പഠിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ IFRS 16 ഫോർ ലീസ്, നാളെ നിങ്ങളോട് ഇന്റർവ്യൂവിന് പോവാം, എന്താ IFRS 16, ഏത് റേറ്റിലാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, എന്താ റൈറ്റ് ടു യൂസ് അസറ്റ്, അല്ലെങ്കിൽ അതിനകത്ത് ഡിപ്രിസിയേഷൻ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടുത്തൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഇന്റർവ്യൂവിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്നിട്ട് വിസിറ്റിംഗിൽ വരിക. എല്ലാ എന്താണ് കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും. സോ ബുദ്ധിമുട്ട് ഞാൻ അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. അത് റിയാലിറ്റിയാണ്. കാര്യങ്ങൾ അറിയാതെ, കോൺസെപ്റ്റ് അറിയാതെ കണ്ട്. കാരണം ഒരുവിധപ്പെട്ട മാനേജിംഗ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മിനിമം അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ലെങ്കിൽ തഴക്കവും പഴക്കമുള്ള ആൾക്കാരായിരിക്കും. സോ അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, കോമ്പിറ്റന്റ് ആയിട്ട് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. സോ അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ലേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിക്ക് ഓഫ് ആയി പോകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, പറഞ്ഞോ. വേറെന്താ? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അയ്യോ, എക്സ്പീരിയൻസ് ജോലി ചെയ്യാത്ത ആൾക്കാർക്ക് തന്നെ കിട്ടും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് കോസ്റ്റ് കമ്പനീഷൻ സർട്ടിഫിക്കറ്റ്. പറഞ്ഞോ. സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ വേറെ
IAT-യുടെ സർട്ടിഫിക്കറ്റ് ആണ് വരിക. അവിടുത്തെ എമിറേറ്റ്സിലെ അവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവോ? ഇവിടുത്തെ സർട്ടിഫിക്കേഷൻ അത് സെപ്പറേറ്റ് കോസ്റ്റ് വരുന്നുണ്ട് മോനെ. അതുകൊണ്ടാണ് ഞാൻ 4,000 ഫീസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് IAT-യുടെ സർട്ടിഫിക്കേഷൻ ആണ് വരിക. ദുബായിലെ KHD അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കോസ്റ്റ് വരും. അത് കോർഡിനേറ്റേഴ്സോട് സംസാരിച്ചാൽ മതി. അത് ചെയ്ത് കൊടുക്കണ്ടേ? ചെയ്തു കൊടുക്കണ്ട്. ഓക്കെ അല്ലേ? ആരോ ഫൗസിയ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോക്കാം. ക്യാൻ യു ഷെയർ മീ ദ റെക്കോർഡ്? ഓഫ് കോഴ്സ് ആ ഗ്രൂപ്പിനകത്ത് റെക്കോർഡ് സെഷന് വേണ്ട ആൾക്കാരൊക്കെ ഒന്ന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു തരാം, കുഴപ്പമില്ല. ഓഫർ പറയട്ടോ ജംഷീദ്, ഡോൺ വെരി, കോർഡിനേറ്റേഴ്സായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മടുത്ത് സൗണ്ടൊക്കെ പോയി, അപ്പോൾ പിന്നീട് കാണാം. താങ്ക് യു, ബൈ ബൈ. ഒന്നുകൂടി താങ്ക് യു. കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാമിലോ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് 2 മണിക്കൂർ വേസ്റ്റ് ആയിട്ടില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് എ ലോട്ട്, ഗുഡ് നൈറ്റ്.